അല്ലാഹുവിന്റെ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ശഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് സ്വല്ലല്ലാഹു وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ബഹുമാനമുള്ള അധ്യക്ഷരെ, ബഹുമാനികളായ ഉസ്താദുമാരെ, ദീനിന്റെ സഹായികളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നാട്ടുകാരെ, അല്ലാഹു തആല സാലിഹായ അമലായി നമ്മിൽ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ ദാസന്മാരിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ മജ്ലിസ് അല്ലാഹുവിന്റെ പ്രത്യേക ഇജാബത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും നിറക്കപ്പെട്ട മജ്ലിസാക്കി തരട്ടെ. ഈ മക്കാമിൽ അന്ത്യവിശ്രമങ്ങളും ബഹുമാനപ്പെട്ട കുഞ്ഞുമരക്കാർ ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് ഫിർദൗസിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന്റെ ദിവസം ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിന് ഒരു പ്രത്യേകമായ ഒരു റൂട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റൂട്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിന് അള്ളാഹു നിശ്ചയിച്ച റൂട്ടിലൂടെ പോകുമ്പോൾ മാത്രമാണ് ആ ദീന് കൊണ്ട് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുക. അള്ളാഹുവിൻ്റെ ദീനിന് ഈ ഭൂമി വളരെ പെട്ടെന്ന് അവസാനിക്കും എന്നിടത്തേക്ക് ഇപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നു. പണ്ട് നമ്മൾ മാത്രമായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളല്ലാത്തവരും ഏകദേശം അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭൂമി എന്നത് നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തല്ല. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദസ്സമാഉ ശഖത്ത്, അത് പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമാകും എന്ന് പറയുന്നുണ്ട്. അതും അള്ളാഹിന്റെ വലിയ നിഅമത്തല്ല.
വഇദൻ നുജൂമു ഖദറത്ത് എന്ന് പറയുന്നുണ്ട്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, ഒക്കെ പോകും. അതും അള്ളാഹിന്റെ വലിയ നിഅമത്തല്ല. വഇദൽ ബിഹാറു സുജ്ജിറത്ത് എന്ന് പറയുന്നുണ്ട്, സമുദ്രം കത്തി 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 തീർത്ത് കളയും അള്ളാഹു. വെള്ളത്തിനെ അള്ളാഹു തആല കത്തിച്ചു തീർക്കും. അങ്ങനത്തെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതും അള്ളാഹിന്റെ വലിയ നിഅമത്തല്ല. പിന്നെ അള്ളാഹിന്റെ നിഅമത്ത് എന്ത്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിന്റെ ദീനാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ആ വഴി നിശ്ചയിച്ചതും അള്ളാഹുവാണ്, ആ ദീന നിശ്ചയിച്ചതും അള്ളാഹുവാണ്. ഇത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യർക്ക് പറ്റിയ ഒരു തെറ്റ്, അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു നിശ്ചയിക്കാത്ത റൂട്ട് മനുഷ്യർ നിശ്ചയിക്കുകയാണ്. അപ്പോൾ നന്നായി തീരേണ്ട മുസ്ലിം പിഴച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മറ്റു പലരും അള്ളാഹു നിശ്ചയിക്കാത്ത ദീൻ നിശ്ചയിച്ചു, അപ്പോൾ പിഴച്ചു. മുസ്ലിങ്ങളിൽ ചെറിയതാണെങ്കിലും ഒരു വിഭാഗം അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു നിശ്ചയിക്കാത്ത റൂട്ട് നിശ്ചയിച്ചു, അവരും പിഴച്ചു. എന്തുകൊണ്ട്? അള്ളാഹു നിശ്ചയിക്കാത്ത ദീൻ നിശ്ചയിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹു നിശ്ചയിക്കാത്ത റൂട്ട് നിശ്ചയിക്കുന്നതും അപകടകരമാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് ശരിയായ മതത്തിൽ ശരിയായ റൂട്ടിൽ ഉണ്ടാവുക. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനല്ലേ മുഹമ്മദ് മുസ്തഫ? ഇത് ആരാണ് അംഗീകരിക്കാത്തത്? ഇത് ഇന്ന് സത്യനിഷേധികൾ പോലും അംഗീകരിക്കുന്ന സത്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ മുഹമ്മദ് മുസ്തഫ ആകട്ടെ, മുസ്ലിമീങ്ങൾക്ക് ഇതിൽ തർക്കമില്ലല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ മുഹമ്മദ് മുസ്തഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഫിസിക്കലായി നൽകിയ കഴിവുകളിൽ ഏറ്റവും വലിയ കഴിവ് നൽകിയത് മുത്തുനബിക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ തർക്കമില്ലല്ലോ. ലോകത്തെ ഏറ്റവും വലിയ ഒരു ശരീരം, ഫിസിക്കലായി മനുഷ്യന്റെ ശരീരം ഒരു ഗൗരവമുള്ള സംഗതിയാണ്. എന്ന് പറയുന്നത് ശരീരത്തിൽ മനുഷ്യനൊരു കരുത്തുണ്ടാവുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ കരുത്തുള്ള ശരീരം, ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും നല്ല ആരോഗ്യം, ഏറ്റവും നല്ല കരുത്ത്, ഏറ്റവും നല്ല ബുദ്ധി അല്ല എന്നൊരു 3 നിലക്ക് വഹയി വരും. ചിലപ്പോൾ ചെവിയിൽ വന്ന് പറഞ്ഞു കൊടുത്തു പോകും, ചിലപ്പോൾ സ്വപ്നം ഉണ്ടാവും, ചിലപ്പോൾ സയ്യിദുനാ ജിബ്രീൽ ഇങ്ങനെ ഇറങ്ങി വരും. കാരണം അശദ്ദ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്തുകൊണ്ട്? അതിശക്തനാണ് സയ്യിദുനാ ജിബ്രീൽ, ഭയങ്കര ശക്തനാണ് സയ്യിദുനാ ജിബ്രീൽ. 600 ചിറകുകളുള്ള മലക്കാണ് സയ്യിദുനാ ജിബ്രീൽ. സദൂമും അമൂറയും ഒരു ചിറക് കൊണ്ട് ഉയർത്തിയിട്ട് തകർത്തതാണ്. അതാണ് 150ഓളം കിലോമീറ്ററായി ഒരു കാലത്ത് നീണ്ടു കടന്നിരുന്ന ചാവുകടൽ എന്ന പ്രദേശം. അത് ഒരു ചിറകിൽ കൊണ്ട് അല്പം കൊണ്ട് പൊക്കിയിട്ട് തിരിച്ചിട്ടതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. അങ്ങനെ 150ഓളം കിലോമീറ്റർ ഉള്ള ഒരു ഏരിയ പഴയ കാലത്ത് ഡെഡ് സീ ആണ്. ഇപ്പോൾ അതിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട്. ഈ ചാവുകടൽ എന്ന പ്രദേശം സ്വർഗ സംഭോഗികളുടെ പ്രദേശമായിരുന്നു. ആ പ്രദേശത്തേക്ക് അവരെ നശിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചു സയ്യിദുനാ ജിബ്രീലിനെ അലൈഹിസ്സലാം. അതിൽ ഒരു ചിറക് മാത്രം ജിബ്രീൽ ഉപയോഗപ്പെടുത്തി അലൈഹിസ്സലാം. ഒറ്റ ചിറക് കൊണ്ട് ആ ഭൂമി കോരിയെടുത്തിട്ട് അട്ടിമറിച്ചു സയ്യിദുനാ ജിബ്രീൽ. അങ്ങനത്തെ ചിറകുകൾ 600 എണ്ണമുള്ള ആളാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ആ കരുത്ത് എത്ര ഇരിക്കും?
അതുകൊണ്ടാണ് ശക്തൻ എന്ന് സയ്യിദുന ജിബ്രീലിനെ പറ്റി ഖുർആൻ പറഞ്ഞത്. ശക്തൻ, ശക്തൻ. ചിന്തിക്ക്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വ. ശക്തൻ, ശക്തൻ സയ്യിദുന ജിബ്രീൽ. ഒരായത്ത് വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ഒരായത്ത് ശദീദുൽ ഖുവാ, ഒരായത്ത് ദീ ഖുവ്വ, ഒരായത്ത് ശദീദുൽ ഖുവാ. ഭയങ്കര ശക്തനാണ് സയ്യിദുന ജിബ്രീൽ. ആ ജിബ്രീൽ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഹൃദയത്തിൽ ആയത്തും വെച്ച് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ 600 ചിറകുകളുള്ള ഒരു ചിറക് കൊണ്ട് ഒരു മഹാഭൂമിയുടെ ഏരിയ ഇങ്ങനെ എടുത്ത് പൊക്കിയ സയ്യിദുന ജിബ്രീലിന് 600 ചിറകുകളുണ്ട്. ആ 600 ചിറകുള്ള സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരേണ്ട തടിയാണ് മുത്തുനബിയുടെ തടി, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ ശരീരത്തിൽ സമ്മേളിച്ചിട്ടുള്ള സാർഗിക ഗുണങ്ങൾ എത്ര ഉണ്ടാകും? അപ്പോൾ ആ മനുഷ്യന്റെ ബുദ്ധി എത്ര ഉണ്ടാവും? പക്ഷേ ആ മനുഷ്യനെ കൊണ്ടുപോലും ഖുർആൻ വ്യാഖ്യാനിക്കാൻ അള്ളാഹു സമ്മതിച്ചില്ല. സ്വന്തമായ ഖുർആൻ വ്യാഖ്യാനിക്കാൻ മുത്തുനബിയെ പോലും അള്ളാഹു സമ്മതിപ്പിച്ചിട്ടില്ല, അള്ളാഹു സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അള്ളാന്റെ റൂട്ടാണ് അള്ളാന്റെ ദീനിനെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മനുഷ്യർക്ക് ഇന്ന് വലിയ പിഴവാണ്. മനുഷ്യർ ഇന്ന് വലിയ പിഴവിലാണ്. ഒരു വിവരവുമില്ല. എന്നാ വിവരത്തെ ആശ്രയിക്കൂ? ഇല്ല. അഹങ്കാരം. കുട്ടിയെ ഇത്തരം വലിയ കഴിവുള്ള മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ പോലും സ്വയമായ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആനഹു ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഞാൻ തരുന്ന വ്യാഖ്യാനം നിങ്ങൾ സമർപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. ഞാനാണ് വ്യാഖ്യാനിക്കുക, നിങ്ങളല്ല. നിങ്ങളല്ല നബിയെ ഖുർആൻ വ്യാഖ്യാനിക്കുക, ഞാനാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഖുർആൻ മുത്തുനബി പോലും സ്വയം വ്യാഖ്യാനിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ചിന്തിക്ക്, ചിന്തിക്ക്. കുറെ പറയും, കുറെ കേൾക്കൊന്നും വേണ്ട. കുറച്ച് പറഞ്ഞ് കുറച്ച് കേൾക്കണം. ഉള്ളതിന്റെ കാമ്പ് മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്ക്, ചിന്തിക്ക്. കുടി അല്ലാഹു നബിയെപ്പോലും സ്വയം ഖുർആൻ വ്യാഖ്യാനിക്കാൻ സമ്മതിച്ചിട്ടില്ല. പുണ്യ റസൂലിനെ പോലും സ്വയം ഖുർആൻ വ്യാഖ്യാനിക്കാൻ അല്ലാഹു സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ റൂട്ട് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല, അള്ളാഹു നിശ്ചയിക്കണം. അത് നമ്മൾ പറയണം. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. അത് ക്രോഡീകരിച്ചത് തരേണ്ടത് എന്റെ ബാധ്യതയാണ്. അതോത്ത് പഠിപ്പിക്കേണ്ടതും എന്റെ ബാധ്യതയാണ്. നാം ഓതി തന്നാൽ നിങ്ങൾ അതിനെ അനുധാവനം ചെയ്താൽ മതിയാവും. ഞാൻ അത് ഓത്തേണ്ട വിധം ജിബ്രീൽ വഴി കൊടുത്തയക്കും. അപ്പോൾ നിങ്ങൾ ആ ഓത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓതണം. അത്രേ ഉള്ളൂ. പിന്നെയോ പിന്നതിന്റെ തഫ്സീറും എന്നിൽ നിക്ഷിപ്തമാണ്.
നബിയെ നിങ്ങൾ സ്വയം തഫ്സീർ നൽകുകയല്ല വേണ്ടത്. സുമ്മ ഇന്ന അലൈനാ ബയാന, സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ അതിന്റെ തഫ്സീറും എന്നിൽ നിക്ഷിപ്തമാണ്. ഞാൻ വ്യാഖ്യാനിക്കും, നിങ്ങൾ അത് പുറത്ത് പറഞ്ഞാൽ മതി. നിങ്ങൾ വ്യാഖ്യാനിക്കുകയല്ല, ഞാൻ വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഖുർആൻ സ്വയം വ്യാഖ്യാനിക്കുന്നവർ എത്ര വലിയ വിഡ്ഢികളാണ്. വളരെ ഇത് കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഇത് തുടക്കത്തിൽ തന്നെ പൊട്ടിയ കേസാണ്. ഇത് വഹാബി മൗദൂദികൾക്ക് പൊട്ടിയ കേസാണ്. അവർ വല്ലാതെ പൊട്ടിപ്പോയി. എവിടുന്ന്? അവർ ഖുർആൻ സമജ്നെ കോ ഏക ആല പ്രൊഫസർ കാഫി ഹേ എന്ന് അബുൽ അല മൗദൂദി പറഞ്ഞു. ഖുർആൻ മനസ്സിലാക്കാൻ ഒരു ഉന്നതനായ അറബിക് പ്രൊഫസറെ കൊണ്ട് കഴിയും എന്ന് അബുൽ അല മൗദൂദി പറഞ്ഞു. അയാൾ പിഴച്ചു. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ മഹാന് പോലും ഖുർആൻ വ്യാഖ്യാനിക്കാൻ അല്ലാഹു സമ്മതം നൽകിയിട്ടില്ല. പിന്നത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാണ്. ഒരാൾ സ്വയമായി ഖുർആൻ വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ അവൻ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. മുഹമ്മദ് മുസ്തഫ സ്വയമായി ഒരാൾ ഖുർആൻ വ്യാഖ്യാനിച്ചാൽ നരകത്തിൽ സീറ്റ് ഉറച്ചു കഴിഞ്ഞു. അതുപോലും പാടില്ല. വഹാബികൾ മൗദൂദികൾ ഭീമമായ അബദ്ധം ചെയ്തു. എന്താണ് അവർ ചെയ്തത്? അള്ളാഹുവിന്റെ ഖുർആനും അള്ളാഹിന്റെ ദീനിനും അവർ സ്വയം റൂട്ടുണ്ടാക്കി. അത് തെറ്റാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ റൂട്ട് അള്ളാഹുവാണ് നിശ്ചയിക്കേണ്ടത്. ഒന്നും നിർവാഹമില്ല. ഖുർആൻ മൊത്തം തൗഖീഫിയത്താണ്. ഒക്കെ റബ്ബിൻ്റെതാണ്. മനുഷ്യനില്ല അതിൽ കൈ കടത്താൻ അധികാരമില്ല. ഒരു സൂറത്തിന്റെ ഒരു വ്യക്തിക്ക് അവന്റെ പേര് മാറ്റാം. പഴയ കാലത്തൊക്കെ മോശപ്പെട്ട പേരിട്ടിരുന്ന ആളുകൾ പിന്നീട് വലിയ വലിയ മുതലാളിമാരായി, കമ്പനി മാനേജർമാരായി ഗൾഫ് പോയി പൈസ ഉണ്ടാക്കി. പിന്നെ അവർ ഗസറ്റിൽ പേര് കൊടുത്ത് പേര് മാറ്റി. എത്രയോ ആളുകൾ എനിക്കറിയുന്ന ആളുകളുണ്ട്. പലരും ഉണ്ട്. വലിയ വലിയ സ്ഥാനത്തൊക്കെ എത്തിയപ്പോൾ പിന്നെ അവർക്ക് ആ പേര് അത്ര മോശമായി പോയി. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? വ്യക്തികൾ അവരെ പേര് മാറ്റും. ഗസറ്റിൽ കൊടുത്ത് പേര് മാറ്റി, പിന്നെ അത് പാസ്പോർട്ടിൽ തിരുത്തി മാറ്റി അങ്ങനെ ചെയ്യും. ഖുർആൻ അതിന്റെ പേര് മാറ്റാൻ പറ്റില്ല. അതിന്റെ സൂറത്തിന്റെ പേര് മാറ്റാൻ പറ്റില്ല. ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹ, രണ്ടാമത്തെ സൂറത്ത് അൽ ബഖറ. എന്താ അർത്ഥം? പശു. രണ്ടാമത്തെ സൂറത്തിന്റെ പേര് പശു. ചിന്തിക്കും. പശു. രണ്ടാമത്തെ സൂറത്തിന്റെ പേര് പശു. കാളന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തിരക്കടില്ല, ആണാണ്. പശു പെണ്ണാണ്. ആന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ജന്തു എന്നെങ്കിലും കരുതുക, അതുമല്ല. ചിന്തിക്കും. ആനയുടെ പേരിൽ സൂറത്തില്ലേ? അത് ലാസ്റ്റ് ഉണ്ട്, പക്ഷെ അത്രയേ ഉള്ളൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അപ്പൊ ഒന്നാമത്തെ സൂറത്ത് പ്രാരംഭം അൽ ഫാത്തിഹ, രണ്ടാമത്തെ സൂറത്തോ അൽ ബഖറ പശു. ലോകത്തൊരു വേദഗ്രന്ഥത്തിന് അങ്ങനെ ഉണ്ടോ? ഇവിടെ എത്ര വേദഗ്രന്ഥങ്ങളുണ്ട്? ഏതെങ്കിലും എന്തൊക്കെ വിഭാഗങ്ങളുണ്ട്? അവർക്കൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പശു എന്ന പേരിൽ ഒരു അധ്യായം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിർവാഹമില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. ഒക്കെ എന്നിൽ നിക്ഷിപ്തമാണ്. നിങ്ങൾക്ക് കൈ തൊടാൻ അധികാരമില്ല. ഖുർആനിൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ സത്യദീനിന്റെ റൂട്ട് അള്ളാഹു നിശ്ചയിച്ചു തരേണ്ടതാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേതാ റൂട്ട്? ബഹുമാനപ്പെട്ട ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം സൂറത്തുൽ ഫാത്തിഹ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ.
അതിന്റെ അപ്പുറം ഒരു സൂറത്ത് ഖുർആനിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ബാക്കി 113 സൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ ഒരു കുറ്റവും ഇല്ല. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാണ്. ഒരു ദിവസം 17 വട്ടം ഓതിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാണ്. ഒരു ദിവസം 17 വട്ടം ഫാത്തിഹ ഓതണം. ആയസിൽ അൽ ബഖറ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ആയസിൽ അൽ ഇംറാൻ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ആയസിൽ നിസാ ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ആയസിൽ അൻആം ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ആയസിൽ മാഇദ അൻആം ഇതൊന്നും ഓതിയിട്ടില്ലെങ്കിൽ കുറ്റമില്ല. ആയസിൽ ഒരിക്കൽ ഓതിയിട്ടില്ലെങ്കിൽ പോലും കുറ്റമില്ല. അൽ ബഖറ ആയസിൽ ഒരിക്കൽ പോലും ഒരാൾ ഓതിയില്ല, കുറ്റമില്ല. ഫാത്തിഹ ഒരു ദിവസം 16 വട്ടം ഓതിയാലും കുറ്റമുണ്ട്. കാരണം 17 വട്ടം തന്നെ ഓതണം. എല്ലാ ദിവസവും ഓതണം, കുറ്റാണ്. ഒരു വട്ടം ചുരുക്കാൻ കുറ്റാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നിർബന്ധം. പിന്നെ എത്രയോ എന്തേ അതിന്റെ ഫാത്തിഹ അള്ളാഹുവിന്റെ ദീനിന്റെ റൂട്ടാണ്. അള്ളാഹിന്റെ ദീനിന്റെ റൂട്ടാണ് ഫാത്തിഹ. ഫാത്തിഹ ഒരു ദിവസം 17 വട്ടം ഓതണം. റൂട്ട് പിന്നെ റൂട്ടാണ്. ബാക്കിയൊക്കെ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടിയിൽ ലോറിയിൽ സാധനം കയറ്റിയിട്ട് പിന്നെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോട്ടുപള്ളിയിലേക്ക് സാധനം കൊടുത്തു വിട്ടാൽ എന്ത് ചെയ്യും? ഡ്രൈവറെ കയ്യിൽ കോഴിക്കോട്ട് കോട്ടുപള്ളിയിലേക്കുള്ള റൂട്ട് കമ്പനി എഴുതി കൊടുക്കും. സാധനം അയക്കുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് റൂട്ടും അയച്ചു പറഞ്ഞു കൊടുക്കൽ. ആ റൂട്ടിന്റെ കടലാസ് അയാൾ മുന്നിൽ വെക്കും. ഇപ്പോൾ കടലാസും അല്ല, ഇപ്പോൾ കൃത്യമായി എന്ത് ചെയ്യുന്നറിയോ? ഇപ്പോൾ മൊബൈൽ പോലത്തെ സാധനങ്ങളിലൊക്കെ റൂട്ട് കൃത്യമായിരിക്കും. ഡ്രൈവർമാർക്ക് അതിങ്ങനെ റൂട്ട് കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ലോഡിങ് അൺലോഡിങ്ങിന്റെ ആളുകൾ ഇവിടെയോ അവിടെയോ മതിയാവും. പക്ഷെ റൂട്ട് സദാസമയം ശ്രദ്ധിക്കണം. തെറ്റിയ കഴിഞ്ഞ് കോഴിക്കോട്ടുള്ളത് കോയമ്പത്തൂർ പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ മാത്രം പറഞ്ഞാൽ പോരാ. ആമീൻ പറഞ്ഞതുകൊണ്ട് ലോറി ലെവലിൽ വരില്ല. അത് റൂട്ട് തെറ്റിയാൽ ആമീൻ പറഞ്ഞാലും കോഴിക്കോട്ടേക്കുള്ളത് കോയമ്പത്തൂർ പോകും. അത് കാര്യമല്ല. ലോഡ് കയറ്റിന് ശേഷം ഞാൻ റൂട്ട് നിശ്ചയിക്കുന്നതുകൊണ്ട് പറ്റൂല. അത് കമ്പനി തരുന്ന റൂട്ടിൽ അയാൾ പോരണം. ഖുർആൻ ദീൻ അള്ളാന്റെ കമ്പനിയാണ്, അള്ളാന്റെ മുതലാണ്. അത് എവിടെ ഇറക്കണം, അതെവിടെ ലോഡ് കയറ്റണം, എവിടെ ഇറക്കണം എന്നത് അള്ളാഹു റൂട്ട് നിശ്ചയിക്കും. അതാണ് ഫാത്തിഹ. ഇതിന് മനുഷ്യന്മാരെ കുറഞ്ഞ ബുദ്ധി പോലെ ഇത് മനസ്സിലാക്കാൻ. ഇതെന്താ പ്രശ്നമുള്ളത്? ഇതിനെന്താ ഇത്ര തല പൊണ്ണാക്കാൻ? എന്ത് ഇതിലുള്ളത്? എന്താ ചിന്തിക്ക്. റൂട്ട് തെറ്റിയാ കഴിഞ്ഞ മാത്രം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങി ആകെയുള്ള അമലുകൾക്ക് ഫാത്തിഹയിലുള്ള നിസ്കാരത്തിൽ വിജയമുണ്ട്. റൂട്ട് കേറാൻ നിസ്കരിച്ചാലോ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ആ നിസ്കാരക്കാരൻ തന്നെ നരകത്തിലെത്തും. നിസ്കാരമല്ലട കുട്ടി വിഷയം, റൂട്ടാണ് വിഷയം. നിസ്കാരമല്ല, നിസ്കാരം ഫുറൂഇയാത്തിലെ പെടും. ശാഖാപരമായ കാര്യമാണ് ദീനിൽ നിസ്കാരം. കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ വലിയൊരു ഗോത്താമ്പി എന്ന് വിചാരിക്കും. ദീനിൽ നിസ്കാരം അത്ര വലിയ കാര്യമേ അല്ല. അത് രണ്ടാം കാര്യമാണ്. ഒന്നാം കാര്യം റൂട്ടാണ്. ഫുറൂഇയാത്ത് എന്ന് പറയും. 13 കൊല്ലം മുത്തുനബിക്ക് 23 കൊല്ലത്തിൽ 13 കൊല്ലവും ഈമാനാ പഠിപ്പിച്ചത്, നിസ്കാരമല്ല. നിസ്കാരം പഠിപ്പിച്ചതും നിസ്കാരവും ജമാഅത്തും ജുമുഅയും മദീനയിൽ വന്നിട്ടാണ്. പിന്നെ കുറഞ്ഞ കൊല്ലേ ഉള്ളൂ. കൂടുതൽ കൊല്ലവും ഈമാനാ പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തെ പറ്റി ഖുർആനിൽ കുറഞ്ഞ ആയത്തേ ഉള്ളൂ. നോമ്പിനെ പറ്റി കുറഞ്ഞ ആയത്തേ ഉള്ളൂ. ഹജ്ജിനെ പറ്റി കുറഞ്ഞ ആയത്തേ ഉള്ളൂ. വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തത്വഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇങ്ങനെ ചില്ലറായത്ത് അൽ ബഖറയിലുണ്ട്, ചില്ലറായത്ത് ഹജ്ജിലുണ്ട്, ചില്ലറായത്ത് ആല ഇംറാനിലും ഉണ്ട്. അത്ര ഹജ്ജ്.
വെള്ളിയാഴ്ച ജുമുഅയെ പറ്റി ആകെയുള്ളത് ഖുർആനിൽ ഒരായത്താണ്. ആകെ ഒരായത്താണ്. ആകെ ഖുർആനിൽ ജുമുഅ നിസ്കാരത്തെ പറ്റി ഒരായത്താണ്. രണ്ടാമത്തെ ആയത്തില്ല. ആകെ ഒരായത്താണ്. വെള്ളിയാഴ്ച ജുമുഅ നോമ്പ് നിർബന്ധമാകാൻ വേണ്ടി വന്നത് ഒരായത്താണ്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ആഗൊരായത്താണ്. അതിന് ശേഷം ആയത്തില്ലേ, അത് ഉദ്റാണ്. അതിന് ശേഷല്ലേ, അതും ഉദ്റാണ്. നിർബന്ധത്തിനല്ല, നിർബന്ധത്തിന് വേണ്ടി ഒറ്റായത്താണ്. അയ്യാമ മഅദൂദാത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്തോ മുസ്ലിയാരെ, അത് ഉദ്റാണോ? പഠിച്ചു നോക്ക്. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖറ. അതിന്റെ ശേഷമുള്ളതോ അത് നോമ്പല്ലേ മൂല്യര്? അതെയാണ്, പക്ഷെ അത് ഉദ്റാണ്, ഇജാബിനല്ല, വാജിബാന്ന് പറയാനല്ല. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖറ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അതിന് ശേഷം ആയത്തില്ല മുസ്ലിയാരെ, നോമ്പിനെ പറ്റി ഉണ്ട്, അതും ഉദർനാണോ. വഹില്ല ലക്കും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹും. രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാം, നോമ്പ് കാലത്ത്. ഓ, അതും ഉദർനാണോ, വാജിബിനല്ല, വാജിബിനറ്റായിട്ട്. ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്. ഏതോ വഹാബികൾ പടച്ചു വിടുന്ന പുസ്തകമോ, ഏതോ വഹാബി വിവരമില്ലാത്ത വഹാബികളുടെ കേസറ്റോ കേട്ട് ദീനെ മനസ്സിലാക്കിയാൽ നരകത്തിലാണ് പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അത് റൂട്ട് തെറ്റിയ കളിയാ. റൂട്ട് തെറ്റിയ കളി കളിച്ചാൽ അള്ളാഹിന്റെ വലബാണ് ഉണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിച്ചോ, വളരെ ചിന്തിച്ചോ. ഇത് തമാശയല്ല, ഇത് ചിന്തിച്ചോ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പോൾ പിന്നെ ദീനിന്റെ ഉസൂൽ എന്താ? അതെല്ലാം നിസ്കാരം ശാഖാപരമാണ്, സക്കാത്ത് ശാഖാപരമാണ്, നോമ്പ് ശാഖാപരമാണ്, ഹജ്ജ് ശാഖാപരമാണ്, ജിഹാദ് ശാഖാപരമാണ്, എല്ലാം ശാഖാപരമാണ്. അപ്പോൾ പിന്നെ അസ്ൽ എന്താ? ഈമാൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ചൊവ്വായ റൂട്ടിൽ ഞങ്ങൾക്ക് ഹിദായത്താകുന്ന വെളിച്ചം കൊണ്ട് അനുഗ്രഹിക്കും റബ്ബേ എന്ന് 17 തവണ പറയൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. ചൊവ്വായ റൂട്ടിൽ, ശരിയായ റൂട്ടിൽ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിൽ കൂടുതൽ വർത്തമാനം പറയേണ്ട കുട്ടി, ഇതിൽ കൂടുതൽ വർത്തമാനം പറയാനില്ല. അപ്പോൾ എന്ത്? അപ്പോ അല്ലാഹു തആല തന്നെ വഴി പറഞ്ഞു കൊടുത്തു. ഏതാ വഴി? വഴി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു നിഅമത്ത് ചെയ്ത, ദീൻ കൊണ്ട് അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ പുറപ്പെടുക. ഒരിക്കലും നീ പരാജയപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ, മഹാന്മാർ പോയ വഴിയിൽ പോയിക്കോ, മഹാന്മാർ പോയ വഴിക്ക് വെക്കോ, എന്നാ പരാജയപ്പെടൂല. അല്ലാഹു നിഅമത്ത് ചെയ്തു. ഏതാ നിഅമത്ത്? ദീന്. അല്ലാഹു നിഅമത്ത് ചെയ്തവരുടെ മാർഗം എന്താ? നിഅമത്ത്. നിഅമത്ത് എന്താ? നിഅമത്ത് പൈസ അല്ലട കൂട്ടി. പൈസ ഉണ്ട്, പൈസ ഉണ്ട്. എന്ത് പൈസ ഉണ്ട്? പൈസ അല്ലടോ നിഅമത്ത്. പൈസ ഉണ്ട് നിഅമത്ത്. ദുനിയാവിലെ ഏറ്റവും വലിയ മുതലാളി ഇപ്പോൾ മരിച്ചു നോക്കൂ. ദുനിയാവിലെ ഏറ്റവും വലിയ ഭിക്ഷക്കാരനും ഇപ്പോൾ മരിച്ചു നോക്കൂ. ഇപ്പോൾ രണ്ടാളും മരിച്ചു. ദുനിയാവിലെ ഏറ്റവും വലിയ മുതലാളി മരിച്ചു. ഇപ്പോൾ ദുനിയാവിലെ ഏറ്റവും വലിയ തെണ്ടിയും ഇപ്പോൾ തന്നെ മരിച്ചു എന്ന് വെക്കൂ. രണ്ടാളെയും കുളിപ്പിച്ച് കഫൻ ചെയ്ത് അടുത്തടുത്ത് മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി കിടത്തി നോക്കൂ. അപ്പോൾ ഒരു മയ്യത്ത് മറ്റേ മയ്യത്തിനോട് ചോദിക്കാൻ ഒരു അവസരം ഉണ്ടായി നോക്കൂ. മയ്യത്തിന് തമ്മിൽ വർത്താനം പറയാൻ, എന്തേടോ നിനക്ക് കിട്ടിയത് എന്ന്. അപ്പോൾ മറ്റോ പറയും, എന്തേടോ നിനക്ക് കിട്ടിയത്? അതന്നെ എനിക്ക് കിട്ടി. തെണ്ടി ചോദിച്ചു എന്തേടോ നിനക്ക് കിട്ടിയത്? വലിയ ഭാര്യ പിടിച്ചിരുന്നല്ലോ, എന്താ കിട്ടിയത്? അപ്പോൾ മുതലാളി എളിപ്പനായി, നിനക്ക് കിട്ടിയത് പറ, എനിക്കൊന്നും
തെണ്ടിയൊക്കെ കിട്ടിയത് 3 കഷ്ണം തുണിയാ. മുതലാളി കിട്ടിയതും പറ 3 കഷ്ണം തുണിയാ. തെണ്ടി കുറച്ച് വീതി കൂടിയ തുണിയാ. നാട്ടുകാർ പിരിവിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അവർ അത്യാവശ്യം വീതിയുള്ള തുണി വാങ്ങിയിട്ടുണ്ട്. മുതലാളിൻ്റെ മകൻ കുറച്ച് കഞ്ചൂസ് ആയതുകൊണ്ട് വീതി കുറച്ചിട്ടുണ്ടാവും. അപ്പോഴും ലാഭം തെണ്ടിക്കാണ്, മുതലാളിക്കല്ല. കുറേ ദുനിയാവുണ്ടായിട്ട് എൻ്റെ ഡോബായില്ല. കുറെ ഉണ്ടായിരുന്നല്ലോ ഇവിടെയൊക്കെ. എന്തായി? എവിടെ പോയി അവരൊക്കെ? അള്ളാഹു നിഅമത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദീൻ ഉണ്ടാവുക എന്നർത്ഥം. അള്ളാഹു നിഅമത്ത് ചെയ്യൽ പൈസ ഉണ്ടാവലല്ല. അള്ളാഹു നിഅമത്ത് ചെയ്യൽ വലിയ ബംഗ്ലാവ് ഉണ്ടാവലല്ല. അതൊക്കെ ഇവിടുത്തെ ഏകദിനിക്ക സുൽത്താൻ, അതൊക്കെ ഇവിടുത്തെ സുൽത്താന്മാരെ കഥയാണ്. അതിനൊന്നും കല്ല, അതല്ല. അള്ളാഹു നിഅമത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ദീൻ ഉണ്ടാവലാണ്. ദീൻ തന്നെ. അള്ളാഹു നിഅമത്ത് ചെയ്തവർ എന്നാൽ ആരാ? അള്ളാഹു നിഅമത്ത് ചെയ്തത് മിനൻ നബിയീൻ, ഒന്ന് നബിമാരാണ്. അവർ അള്ളാഹു നിഅമത്ത് ചെയ്തവരാണ്. ദുനിയാവിൽ അവർക്ക് പ്രയാസം ഉണ്ടാവും, എന്നാൽ അവർ അള്ളാഹു നിഅമത്ത് ചെയ്തവരാണ്. ദുനിയാവിലൊക്കെ ചില പ്രയാസം ഉണ്ടാവും. അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ലോകത്തെ ഏറ്റവും പരീക്ഷണവും പ്രയാസവും അനുഭവിച്ചത് ആരെന്ന് പുണ്യനബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ പുണ്യനബി പറഞ്ഞു, അൽ അംബിയാഉ, ലോകത്തെ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് നബിമാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ പ്രയാസം തന്നെ നബിമാർക്ക്, പക്ഷെ അവർ വല്ലാത്ത നിഅമത്തിലല്ലേ. അത് തന്നെ അവ ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ മാർഗത്തിൽ അങ്ങനെ പോകണം. അപ്പൊ അവരെങ്ങനെ പോവുക? അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സമാനില് നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ദീനിന്റെ ഒരു നിറകുടമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതെന്നെ കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല. കണ്ണിയത്തിനെ കണ്ടവർ ഇവിടെ ഇല്ലേ? അറിയ മനുഷ്യന്മാര് ഇതല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ണിയത്തിനെ കണ്ടിട്ടുണ്ട്. കണ്ണിയത്ത് ദീനിന്റെ ഒരു നിറകുടമായിരുന്നു എന്ന കാര്യത്തിൽ വാഴക്കാട്ട് ഒരു മനുഷ്യനും അഭിപ്രായപ്പെടില്ല. അത് ഈ സുന്നി മുജാഹിദ് ജമാഅത്ത് ഒരു തർക്കമില്ല. കണ്ണിയത്തൊരു വലിയ മഹാനായിരുന്നു എന്ന കാര്യത്തിൽ വാഴക്കാട്ട് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തർക്കമില്ല. ഒരാൾക്കും തർക്കമില്ല. കണ്ണിയത്ത് പതിറ്റാണ്ടുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ പിന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാൽ അതിൻ്റെ ഒരർത്ഥം സമസ്തയുടെ ലക്ഷ്യമാർഗം എന്നാണ്. സമസ്ത ഏതൊരു ലക്ഷ്യത്തിൽ രൂപീകൃതമായോ ആ മാർഗം, അതാണ് ബഹുമാനപ്പെട്ട സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു ആ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. എന്തിനാണ് നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൂടുതൽ ഇരുന്നിട്ട് വിറക്കണം? പരമാവധി വിഷയം കുറച്ചാൽ അത്രയും നല്ലത്. ഖൈബറിൽ അലിയെ തന്നെ ഇറക്കാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വേറുള്ളവർ കൊണ്ട് സമയം കളയണ്ട. അലിയാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വിഷയം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോകാം. വെറുതെ വേറുള്ളവർക്ക് ഖൈബറിലെ അറ്റ്മോസ്ഫിയർ അത്ര പിടിക്കൂല. പിന്നെ വെറുതെ പൊടിമണ്ണ് കയറ്റിയിട്ട് പിന്നെ ജലദോഷം പിടിച്ച് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാകണ്ട. അലിയാണ് ഇറങ്ങിയത്. അലി ഇറങ്ങിയതോടെ കഥ കഴിഞ്ഞും ചെയ്ത് തീർന്ന് വിഷയം തീർന്നു എന്നതുപോലെ എന്തിനാ ഈ മഴയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? ഖുർആനിൽ ഓതൽ നിർബന്ധമായ ഒരു സൂറത്തിലുള്ളത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ അല്ലാഹു തആല റൂട്ട് തന്നെ പറഞ്ഞു തന്നത്. നിസ്കാരം നോമ്പാകെ ആകെ ഉള്ളത് ഇത്രയുള്ള ഒരു ആയത്ത് പോലും ഫുള്ളില്ല. ഇയ്യാക നഅ്ബുദു, അത്രയുള്ളൂ. എന്നാൽ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. അത് റൂട്ടിലുള്ളത് നിസ്കരിച്ചാൽ നിസ്കരിക്കുന്നതുകൊണ്ട് നമ്മൾ നിസ്കരിക്കും. ഖുർആൻ നോക്കിയല്ല നിസ്കരിക്കുക. ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ കുഴങ്ങി. ഖുർആൻ നോക്കി ഒരാൾ നിസ്കരിച്ചാൽ കുഴങ്ങി. ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ കുഴങ്ങി. നിസ്കരിക്കാൻ കഴിയുന്നവരുണ്ടാവൂലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇന്ന് കഴിയൂല, പിന്നെ കൽപ്പനയുമില്ല. ഖുർആൻ നോക്കി നിസ്കരിച്ചാൽ കുഴങ്ങി. കാരണം നിങ്ങൾ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ മുഖം കഴുകുവേൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഓഹോ, അപ്പൊ ഖുർആൻ അനുസരിച്ച് നിസ്കരിച്ചാൽ എന്താണ്? ഇഖാമത്ത് കൊടുത്തിട്ട് പിന്നെയാണ് ഔളിലേക്ക് പായേണ്ടത്. ഇതാ കുന്തും ഇല സ്വലാത്തി ഫൗസിലു വുജൂഹക്കും. അങ്ങനെയല്ല
അങ്ങനെയല്ലേ ആയത്ത്? അങ്ങനെയല്ലേ ഉസ്താദേ ആയത്ത്? ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. ഇദാ ഖുംതും മാദിയ ഫിലാൻ. ഇദാ ഖുംതും നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും നിങ്ങൾ പോയിട്ട് ഒന്നാം സഫ് കുട്ടികളെ, ഒന്നാം സഫ് രണ്ടാം സഫൊക്കെ കണക്കാക്കി നിങ്ങൾ പറ. നിന്ന് കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും, പിന്നെ ഫഗ്സിലൂ ഫഗ്സിലൂ വുജൂഹക്കും, ഫഗ്സിലൂ വുജൂഹക്കും. ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. നിങ്ങൾ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും നിങ്ങൾ പോയി. അപ്പൊ രണ്ടാലൊരു ഒപ്പ് വേണ്ടി വരും. ഒന്നിരിക്കൽ മെഹ്റാബ് തന്നെ ഹൗലുണ്ടാക്കുക. കണ്ണാടിക്കൊരു പുതിയ പണി. എന്തൊരു വിചാരിച്ചു ഖുർആൻ നോക്കി നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. രണ്ട് പ്രശ്നം. ഒന്നിരിക്കൽ ആദ്യം രണ്ട് പ്രശ്നം. ഒരു പ്രശ്നം ആദ്യം സുജൂദും പിന്നെ റുക്കുഉം. പിന്നെയും പ്രശ്നം സുജൂദും റുക്കുഉം ഒരുപോലെ ആയതുകൊണ്ട് റുക്കുഉ ഒന്നാണെങ്കിൽ സുജൂദ് ഒന്നാകണം, അല്ലെങ്കിൽ തിരിച്ചാക്കണം. സുജൂദ് രണ്ടാണെങ്കിൽ റുക്കുഉം രണ്ടാക്കണം. കാരണം ഒരുപോലെ പറഞ്ഞത്. മനസ്സിലായില്ല? വസ്ജുദൂ വർക്കഊ ഒരുപോലെയാ പറഞ്ഞത്. അപ്പോൾ റുക്കുഉ ഒന്നാണെങ്കിൽ സുജൂദ് ഒന്നാക്കണം. ഇനി സുജൂദ് രണ്ട് സമ്മതിച്ചാൽ റുക്കുഉ രണ്ടാക്കണം. എന്നാ തന്നെ ആദ്യം സുജൂദ് ചെയ്യും വേണം. അപ്പോൾ പിന്നെ എന്താ ഖുർആൻ നോക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല. വീട്ടിയാണ്ടോ ഖുർആൻ നോക്കി നിസ്കരിച്ചു. അഫീമാമിനോടോ വക്കീഇനെ നോക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു. വക്കീഇനോടോ നാഫിഇനെ നോക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു. നാഫിഇനോടോ ഇബ്നു ഉമറിനെ നോക്കി നിസ്കരിക്കാൻ കൽപ്പിച്ചു. ഇബ്നു ഉമറിനോടോ സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിസ്കരിച്ചോളൂ എന്ന് കൽപ്പിച്ചു. ഓഹോ, അപ്പൊ പിന്നെയും പ്രശ്നം. എന്തുകൊണ്ട്? എന്താ പ്രശ്നം? പ്രശ്നം സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. മറുപടി നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ല? ഞാൻ നിസ്കരിച്ചതായിട്ട് നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പുണ്യ റസൂൽ. അതിന് നബി നിസ്കരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പിന്നെയോ നമ്മൾ 1400 കൊല്ലത്തിനിടയിൽ വന്ന ഗുരുപരമ്പരകളിലെ അവസാനത്തെ ഗുരുവിനെയാണ് പറ നമ്മൾ കണ്ടത്. ആ ഗുരു, അതിന്റെ തൊട്ടുള്ള മുമ്പുള്ള ഗുരു. ഈ പരമ്പരകൾ അങ്ങോട്ട് പോയാൽ നബിയുടെ നേരെ ബാക്കിലുള്ള സഫ് സ്വഹാബത്തിന്റെ സഫാണ്. അവരാണ് ആരെ കണ്ടത്? നബിയുടെ നിസ്കാരം കണ്ടത്. അപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടത് നമ്മുടെ ഉസ്താദിന്റെ നിസ്കാരം പോലെയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഉസ്താദ് റൂട്ട് കയറിയ ആളാണോ അല്ലാന്ന് പരിശോധിക്കണം. അത് വേറെ വർത്താനം. മനസ്സിലായില്ല? ഡ്യൂപ്ലിക്കേറ്റ് ഉസ്താദ് ആണോ എന്ന് അന്വേഷിക്കണം. ഉസ്താദ് ഒറിജിനൽ ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഉസ്താദ് നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചാൽ മതി. അല്ലെങ്കിലും 1000 സഫുള്ള ഒരു ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ അയാൾ സുജൂദിലും റുക്കൂഇലും പോവുക അയാളുടെ തൊട്ട് മുമ്പുള്ള സഫ് പോകുന്നതിനനുസരിച്ചാണ്. മനസ്സിലായില്ല? ആ സഫ് ഇയാൾ 1000ാമത്തെ സഫിലാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ അയാൾ കാണുന്നത് 999ാമത്തെ സഫുകാരന്റെ സുജൂദ് റുക്കൂഇന്റെ അനക്കം കണ്ടിട്ടാണ് ഇയാൾ പോകുന്നത്. അവർ 998ാമത്തെ സഫിന്റെ സുജൂദ് റുക്കൂഇ കണ്ടിട്ടാണ്. അവർ 997ാമത്തെ ഇങ്ങനെ പോകും. രണ്ടാമത്തെ സഫുകാർ ഒന്നാം സഫുകാരെ കണ്ടിട്ടാണ് റുക്കൂഇ സുജൂദിലേക്ക് പോയത്. ഒന്നാം സഫുകാരനാണ് യഥാർത്ഥത്തിൽ ഇമാമിനെ കണ്ടത്. എന്നാൽ 1000ാമത്തെ സഫിൽ നിൽക്കുന്നവനും തുടർന്നത് ഇമാമിനെ തന്നെയാണ്. അതിന് നേരിയ ബുദ്ധി മതിയാവും. പിന്നെ ചോറ് വെള്ളത്തിൽ കിടക്കണം, വെള്ളം പറ്റരുത് എന്നത് മനസ്സിലാവും. തലച്ചോറിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. പിന്നെ വെള്ളം തലച്ചോറിൽ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമല്ല. അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കണേ റബ്ബേ എന്നത് അവർക്കല്ലാതെ നിർവാഹമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ലൊരു തലച്ചോറ് തരട്ടെ. നമുക്ക്
പറഞ്ഞത് മനസ്സിലായോ? ഇതിനെന്തിനാ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം? എന്താ ഇതിൽ പ്രശ്നം? യഥാർത്ഥത്തിൽ ഇമാമിനെ കാണുന്നത് ആര് മാത്രമാണ്? ഒന്നാം സൊഫിൽ നിൽക്കുന്നവർ മാത്രമാണ്. എന്നാൽ 1000ാമത്തെ സൊഫിലുള്ളവരും തുടരുന്നത് ആരെ തന്നെയാണ്? ഇമാമിനെ തന്നെയാണ്. അയാൾ കാണുന്നതോ അയാൾ തൊട്ട് മുമ്പിലുള്ള സൊഫിനെയാണ്. എന്നാൽ തുടരുന്നത് ആരെ തന്നെയാണ്? ഇമാമിനെ തന്നെയാണ്. ആയിക്കോട്ടെ, എന്റെ ഉസ്താദ് കാപ്പിൽ മുർമുസ്ലിയാരാണ്, സമസ്ത മുഷാവറ അംഗം കാപ്പിൽ മുർമുസ്ലിയാരാണ് എന്റെ ഉസ്താദ്. അദ്ദേഹം സത്യസന്ധനാണ്, ആ കാര്യം എനിക്കുറപ്പാണ്. അദ്ദേഹം കണ്യത്ത് നിശ്ചയനാണ്. കണ്യത്ത് കുത്തുബിയ കണ്ടു. കുത്തുബിയ നിസ്കാരാണ് കണ്യത്ത് പകർത്തിയത്. കണ്യത്തിന്റെ ഉസ്താദ് നിസ്കാരാണ് എന്റെ ഉസ്താദ് പകർത്തിയത്. എന്റെ ഉസ്താദ് നിസ്കാരാണ് ഞാൻ പകർത്തിയത്. അങ്ങനെ പോയാൽ ഇബ്നു ഉമറിന്റെ നിസ്കാരമാണ് നാഫിഈ പകർത്തിയത്, നാഫിഈന്റെ നിസ്കാരമാണ് വക്കീഇ പകർത്തിയത്, വക്കീഇന്റെ നിസ്കാരമാണ് ഇമാം ഷാഫിഈ പകർത്തിയത്, ഷാഫിഈന്റെ നിസ്കാരമാണ് മുസ്നി പകർത്തിയത്. ഇങ്ങനെ ഇതിനെന്താണ് ചങ്ങാതി ഇത്ര കൂടുതൽ ആലോചിക്കണം? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് മനുഷ്യ ബുദ്ധി പോലെ. പിന്നെ എന്ത് വേണമെന്നറിയോ? അഹങ്കാരം ഒഴിവാക്കണം. അഹങ്കാരം ഒഴിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അഹങ്കാരം മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പണിയെടുത്താൽ എളുപ്പം മനസ്സിലാവും ഇത് വലിയൊരു റാഹത്തുള്ള സംഗതിയാ. ബഹുമാനപ്പെട്ട ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഫാത്തിഹ. ഫാത്തിഹ റൂട്ട് പഠിപ്പിച്ചു. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ റൂട്ടിൽ വന്നോളൂ, ഒരു പ്രശ്നമില്ല. നമ്മൾ അള്ളാന്റെ സഹായത്താൽ മഹ്ശറിൽ ഈ പ്രശ്നത്തിൽ പരാജയപ്പെടൂല, ഉറപ്പ്. നിസ്കരിച്ചത് കണ്ടവർ കണ്ടതുപോലെ പിന്നീടുള്ളവർ നിസ്കരിച്ചോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടവർ തമ്മിൽ ചെറിയ നേരിയ ഭിന്നതയൊക്കെ ഉണ്ടാകും. ആ ഭിന്നത പ്രശ്നവുമല്ല. മനസ്സിലായില്ല? ഈ കണ്ടവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കണ്ടവർ തമ്മിൽ ചെറിയാലേ തല തടവലാകും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇത് 2 റൂട്ടിൽ വന്നതാണ്. ഈ റൂട്ട് രണ്ടും നബി കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ല? നബിയിൽ നിന്ന് ഈ 2 റിപ്പോർട്ട് ഉണ്ടാവും. മനസ്സിലായില്ല? തല ഇവിടെ ഏകദേശ ഭാഗമെല്ലാം നബി തടവുന്നത് കണ്ട സ്വഹാബി അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽക്കാലം തലയിൽ തൊട്ട് റിപ്പോർട്ടും ചെയ്തു. ഇത് രണ്ടും എന്താണ് താനും? ദീനിന്റെ 2 വഴിയാണ്. 2ൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇത് രണ്ടോ ഇതിൽ പഴിച്ചോ? ഇല്ല, രണ്ടും നബി കാണിച്ചതാണ്. ഏകദേശ സമയമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ടാണ് മൂത്രിച്ചത്. അഥവാ വിവിധങ്ങളായ വഴികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ തെറ്റാതെ കാണിച്ചു കൊടുത്തു. അസ്ർ തെറ്റിയിട്ടില്ല. ആ റൂട്ടിൽ വന്നാൽ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ചില ആളുകൾ ചോദിക്കും, ഷാഫി ഹനഫി ഹംബലി മാലിക് 4 4 400 ആയാലെന്ത്? കൂടുതൽ ഊന്നാത്തത് എല്ലാവരും അത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതൊരു പ്രത്യേകമായ ഒരു മജ്‌ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തായി നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം എന്നപേക്ഷിക്കുന്നു. ചിന്തിക്ക്. ഷാഫി ഹനഫി ഹംബലി മാലിക്, ഷാഫി ഹനഫി ഹംബലി മാലിക് 4 ആയിക്കോട്ടെടൂ. അതൊക്കെ വിവിധങ്ങളായ റൂട്ടുകളാണ്. അതെല്ലാം ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ നബിയിൽ നിന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഷാഫി ഇമാമിന്റെ റൂട്ട് ഔദ്യോഗികമാണ്, ഹനഫി ഇമാമിന്റെ റൂട്ട് ഔദ്യോഗികമാണ്. ഈ ഷാഫി ഇമാമിനെ പറ്റി മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. കുട്ടി, എന്റെ പള്ളിയിലെ ഇമാമിനെ പോലെ അല്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിനെ അംഗീകരിക്കാൻ ആര് പറഞ്ഞിട്ടുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഓഹോ, അവർ റൂട്ട് ക്ലിയർ ആണ്. ഇല്ലെങ്കിൽ പാറകുട്ടി. ഔദ്യോഗികമായി നബി അംഗീകരിച്ച് പിൽക്കാലത്ത് വന്ന ആളാണ് ആര്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിന്റെ നേരെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ആര്? മാലിക് ബിൻ അനസ്. ഒന്ന് പറ റളിയല്ലാഹു അൻഹു.
യൂസിക്കു അൻ യളിബ الناس أكباد الإبل فلا يجدون عالما أعلم من عالم المدينة. മദീനയിലെ ഒരു പണ്ഡിതൻ ഉണ്ടാകും, ആ പണ്ഡിതനേക്കാൾ വലിയ ഒരാൾ അക്കാലത്ത് ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഷാഫി ഇമാമിന്റെ ഉസ്താദായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതിനാണ് മാലിക്കി മദ്ഹബ് ഉണ്ടായത്. ഷാഫി ഇമാമിന്റെ ശിഷ്യനിൽ നിന്നാണ് ഹംബലി മദ്ഹബ് ഉണ്ടായത്. ഷാഫി ഇമാം ജനിച്ചത് അബൂ ഹനീഫ മരിച്ച ദിവസമാണ് റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ആരാ? അബൂ ഹനീഫയെ പറ്റി നബി പറഞ്ഞിട്ടുണ്ട്, ലൗ കാനത്തിൽ ഹിക്മതു ഇൻദ തുറയ്യ ലനഹാലഹാ റജുലുൻ മിൻ ഫാരിസ്. സത്യവിജ്ഞാനം നക്ഷത്രത്തിലാണെങ്കിൽ പോലും ആ നക്ഷത്രത്തിലേക്ക് നീന്തിപ്പോയിട്ട് അത് കൊണ്ടുവരുന്ന ഒരു പേർഷ്യക്കാരനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് ഇയാൾ? മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ നാലാളും മുസ്തഫ നബി അംഗീകരിച്ചവരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാലിൽ ആര് പറഞ്ഞ വഴിയും ആരുടെ വഴി തന്നെയാണ്? മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അതുപോലെയാണോ നിന്റെ പള്ളിയിലെ ഇമാമ്, നിന്റെ സലഫിയായ ഇമാമ്? ഒരു ഇമാമും ഇല്ലാതെ ശൂന്യ ഗവേഷണം നടത്തുന്നവൻ. ചിന്തിക്ക്. സർജനായി സർക്കാർ അംഗീകരിക്കുന്ന സർജനായി MBBS MD ഒക്കെ നേടി വീട്ട് വരുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ വയറ്റിൽ വേദനക്ക് ഒരുത്തന്റെ വയറ് കയറി അബദ്ധത്തിൽ അയാൾ മരിച്ചു പോയാലും ഡോക്ടറെ കൊല്ലൂല, തൂക്കിക്കൊല്ലൂല. മനസ്സിലായില്ല? എന്തുകൊണ്ട്? വയറ് കീറാൻ ഇയാൾക്ക് അംഗീകാരമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു വയറ്റിൽ വേദന പിടിച്ചു ഒരാൾക്ക്, അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. അയാൾ MBBS MD ആണ്. അയാൾ പറഞ്ഞു, അത് സാരല്ലടോ, അത് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും, 1-2 ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും, കുറച്ച് പൈസയും കയ്യിൽ പിടിച്ചിങ്ങോട്ട് വാ, ഒരു 1.5 ലക്ഷം രൂപ കൊണ്ടുവാ, അത്ര തന്നെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി അയാളുടെ ക്ലിനിക്കിൽ പോയി അഡ്മിറ്റായി. 3-ാം ദിവസം അയാൾ കയറി നേരെ ഓപ്പറേഷൻ്റെ തിയേറ്ററിലാക്കി 1.5 ലക്ഷം രൂപയും വാങ്ങി വെച്ച് അവൻ്റെ വയറ് കീറി ഉള്ളിൽ നിന്നുള്ള വൃത്തിയോടൊക്കെ എടുത്ത് ഒഴിവാക്കി കുടലൊക്കെ കുടലിനോട് ചേർത്ത് വെച്ച് തുന്നിക്കെട്ടി ഒക്കെ ക്ലിയറാക്കി വിട്ട് 2-ാം ദിവസം ആശുപത്രി വിട്ട് കഴിഞ്ഞ് പ്രശ്നമില്ല, ഒക്കെ മാറി പോന്ന്. 2-ാം ദിവസം ഇതേ സോക്കട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ വയറ്റിൽ വേദന ഇവന്റെ അയൽവാസിക്ക് തുടങ്ങി. അപ്പോൾ ഇവൻ അയൽവാസിയോട് പറഞ്ഞ്, ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല, ഇത് വയറ് കീറിയിട്ട് അതിൽ നിന്ന് കുറച്ച് വൃത്തിയായിട്ട സാധനങ്ങൾ ഒഴിവാക്കി കുടലിലേക്ക് ചേർത്ത് വെച്ചാൽ വലിയ പ്രശ്നമാണ്. സർജറി അറിയുന്നവരെയൊക്കെ നീ കണ്ട 1.5 ലക്ഷം ഉരുപ്പിക ചെലവാവും. ഈ സൗകര്യത്തിന് എന്റെ പോരേക്ക് വാ, ഞാനിതൊക്കെ നേരെ അവര് ചെയ്യുമ്പോ കമ്പ്യൂട്ടറിൽ കണ്ടിങ്ങനെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എന്റെ പോരേക്ക് വാ, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഔട്ടിയാക്കണ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വന്നേ, അയ്യോ അങ്ങോട്ട് വാടോ, 1.5 ലക്ഷം രൂപ ഈ കാലത്ത്, പൈസ ഇല്ലാത്ത കാലത്ത് എന്തിനാണ് 1.5 ലക്ഷം രൂപ ഡോക്ടർ കൊണ്ടുപോയി കൊടുക്കുന്നത്? അത് ഞാൻ കമ്പ്യൂട്ടറിൽ എന്റെ ഡോക്ടർ എന്നെ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കമ്പ്യൂട്ടറിൽ കണ്ട് കിടക്കുക നോക്കി. ഞാനിങ്ങനെ അനസ്തേഷ്യ തന്നതുകൊണ്ട് അതിന്റെ വേദന ഒന്നും അറിഞ്ഞില്ല. ഞാൻ കമ്പ്യൂട്ടറിൽ അങ്ങനെ ഞാൻ കണ്ടതാണ്. ഇതുകൊണ്ട് ശരിക്കും കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എവിടെയൊക്കെ കുടലില് ചിലപ്പോൾ തൽക്കാലം അൾസർ ബാധിച്ചതായിരിക്കും. അതൊക്കെ ഒന്ന് അങ്ങോട്ട് വെട്ടി ഒഴിവാക്കിയിട്ട് ഈ സൗകര്യപ്പെട്ടെങ്കിൽ നല്ലോണം കത്രി വെട്ടാൻ കഴിയുന്ന ഒരു ടൈലറിങ് കൂട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ തുന്നിക്കെട്ടും ഉണ്ടാവും, ബേജാറാവണ്ട എന്ന് പറഞ്ഞ് അയൽവാസിയുടെ വയറങ്ങോട്ട് കീറിയാൽ 362 വകുപ്പ്. എന്തുകൊണ്ട്? ഡോക്ടർ ഇവൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും. മറ്റത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് മരിച്ചാലും അറസ്റ്റ് ചെയ്യൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് രോഗി മരിച്ചാലും അറസ്റ്റ് ചെയ്യൂല. മറ്റവൻ ഓപ്പറേഷൻ ചെയ്തിട്ട് രോഗി ജീവിച്ചാലും വെറുതെ വിടൂല, അറസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? പറ. ഇയാള് ഔദ്യോഗിക അംഗീകാരമുള്ള ആള്, മറ്റത് തോന്നിയത് കളിച്ചതാണ്. മനസ്സിലാക്കിയത്? പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താണോ നിന്റെ പള്ളിയിലെ സലഫി ഇമാമ്?
ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇത് അള്ളാഹുവിന്റെ ഹബീബ് നിശ്ചയിച്ച റൂട്ടാണ്. മുഹമ്മദ് മുസ്തഫ. എന്താണ് വിചാരിച്ച് കയ്യിൽ കത്തിയുള്ളവന് മുഴുവനും ചാടാന്നു? 10 ലക്ഷം ഹദീസ് സനദൻ വ മത്നൻ മനപ്പാടമുള്ള ആളാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. 10 ലക്ഷം ഹദീസ്, 10 ലക്ഷം ഹദീസ് ഉള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു. സനദൻ വ മത്നൻ മനപ്പാടമുള്ള ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക, 6 ലക്ഷം ഹദീസ് സനദും മത്നും മനപ്പാടമുള്ള ലോകം കണ്ട മുഹദ്ദിസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ മദ്ഹബ് സ്വീകരിച്ച് അമൽ ചെയ്ത ആളാണ്. അപ്പോൾ ഷാഫി ഇമാം ആരായിരിക്കും? മനസ്സിലായില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബുകാരനാണ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക, എന്ത് നീ വിചാരിച്ചത്? എന്താണ് വിചാരിച്ച്? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് ലോകം അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബുകാരനാണ്. 1000 കൊല്ലത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. കാന ഷാഫിഈൽ മദ്ഹബി, ഷാഫിഈ മദ്ഹബുകാരനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഓർക്ക പറഞ്ഞാൽ നാവ് പുഴുക്കളോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് വിചാരിച്ചത്? ആരാ ഇമാം ഗസ്സാലി? 1000 കൊല്ലത്തിന് മുമ്പ് മരിച്ചുപോയി ഇമാം ഗസ്സാലി. അങ്ങനെ ഒരു ആൺകുട്ടി 1000 കൊല്ലത്തിനുള്ളിൽ ഈ ഭൂമി പ്രസവിച്ചിട്ടില്ല. അതാണ് അബൂ ഹാമിദ് അൽ ഗസ്സാലി. കാരണം ഷാഫിഈ അൽ മദ്ഹബി, ഷാഫി മദ്ഹബാണ്. പിന്നെ ആരുടെ ഞാൻ ഷാഫി മദ്ഹബിനെ സ്വീകരിക്കില്ല എന്ന് പറയാം? ആരുടെ? എന്താ മനസ്സിലാക്കുന്നത്? അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആ വഴി മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാം അതൊക്കെ പിഴച്ച കക്ഷികളാണ് കുട്ടികളെ. ആ വഴിക്ക് പോയാൽ അള്ളാഹുവിന്റെ കോപം മാത്രം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിച്ച് മനസ്സിലായിക്കോളി, ചിന്തിച്ച് മനസ്സിലായിക്കോളൂ. അത്രേ പറയേണ്ടതുള്ളൂ. ഇത് മുഅ്മിനീങ്ങളുടെ റൂട്ടാണ്. തേറ്റ കഴിഞ്ഞ്, കഥ കഴിഞ്ഞ്. ഇതിന്റെ പേരിൽ നമ്മൾ മനസ്സിലാക്കി കുടുങ്ങൂല. അങ്ങനെ ബേജാറാവണ്ട, ഒരിക്കലും കുടുങ്ങൂല. എന്തുകൊണ്ട്? നമ്മൾ അങ്ങനത്തെ സ്വാലിഹ്യങ്ങളെ പകർത്തിയതാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മളൊരു കാര്യം പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു തെളിവുണ്ട്. ഒരു തെളിവില്ലാതില്ല എന്നും. നമ്മളിപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങിയപ്പോൾ ഉടനെ ഒരു അൽ ഫാത്തിഹ ഇല്ലേ പറയില്ലേ? എന്താ കാരണം? കണ്ണിയത്ത് ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് സമസ്ത സമ്മേളനം നടക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തേ ഇല്ലേ? ആദ്യം തന്നെ എന്ത് ചെയ്യും? കണ്ണിയത്ത് പറ അൽ ഫാത്തിഹ. ഈ മനുഷ്യൻ ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ സ്വാലിഹ മനുഷ്യനാ കണ്ണിയത്ത്. അള്ളാഹിനോട് പറയാലോ, അറിവില്ലാത്തവർ അറിവുള്ളവരെ പകർത്താൻ. ഈ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളെ കാലത്തെ അറിവുള്ള മനുഷ്യൻ ആരാണ്? കണ്ണിയത്താണ്. ആ മനുഷ്യൻ ഒരു ഖറാത്ത് പോലും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ ഒരു ഖറാത്ത് ചെയ്തിട്ടില്ല. ആശുപത്രി കിടക്കയിൽ കൊണ്ടുപോയി കിടക്കാൻ വേണ്ടി, അഡ്മിറ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുപോയി. മരണത്തിന്റെ രോഗം. ആശുപത്രി കിടക്കയിൽ കൊണ്ടുപോയി കിടത്താൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കിടക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പൊക്കാൻ ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, അങ്ങനെ പൊക്കിയാൽ പറ്റൂല, അങ്ങനെ ഞാൻ കിടക്കൂല. അങ്ങനെ കിടന്നാൽ എനിക്ക് തുപ്പേണ്ടി വന്നാൽ വലഭാഗത്തേക്ക് തുപ്പേണ്ടി വരും. അതുകൊണ്ട് തിരിച്ചു കിടക്കണം. മനസ്സിലായില്ല? ആശുപത്രി കട്ടിലിന്റെ കാലും തലയും നോക്കുമ്പോൾ മനസ്സിലായില്ല. അതിന്റെ കാൽ തല അനുസരിച്ച് കടന്നാൽ വലഭാഗത്തേക്ക് തുപ്പാൻ കഴിയുള്ളൂ. വലഭാഗത്തേക്ക് തുപ്പൽ ഖറാത്താണ്, ഹറാമല്ല, ഖറാത്താണ്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യൂല. അതുകൊണ്ട് ഒന്നിരിക്കൽ കട്ടിൽ തിരിച്ചിടണം, അല്ലെങ്കിൽ കാല് തല നോക്കാതെ എന്നെ തിരിച്ചു കടത്തണം, എന്നാലേ കിടക്കുള്ളൂ. ആര് പറഞ്ഞ്? ഇത് ഈ ചെയ്ത ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ ആശുപത്രി കിടക്കേക്ക് ഏറ്റിക്കൊണ്ടുപോയവര് മരിച്ചിട്ടില്ലടോ, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ കണ്ണിയത്തൊക്കെ ജനങ്ങളെ പറ്റിച്ചു എന്നാണോ അവിടെ പറയുന്നത്? കണ്ണിയത്ത് പറ്റിച്ചു എന്നോ? ഇസ്ലാം ദീനിൽ കള്ളത്തരം കണ്ണിയത്ത് ചെയ്തു എന്നോ പറഞ്ഞ നമ്മൾ പറയൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് പറയൂല. കണ്ണിയത്ത്
ചിന്തിക്ക്. ഒരായത്ത് പഴച്ചതിന്റെ പേരിൽ, ഒരായത്ത് ഓതിയപ്പോൾ പഴച്ചതിന്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ ആളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു തആല അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ മനുഷ്യന്മാരാണ്, വലിയ സ്വാലിഹീങ്ങളാണ്. ചിന്തിക്ക്. വെലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുടെ ഒരു വയലിന് കണ്ണിയത്ത് വന്നിട്ട് ഒരു സംഭവമുണ്ട്. വെലിത്തറ തന്നെ എത്രയോ സ്ഥലത്ത് പറയാറുണ്ട്. അങ്ങനെ കണ്ണിയത്ത് വെലിത്തറ ഇവിടെ ഒരു വയലിന് വന്നപ്പോൾ കണ്ണിയത്ത് വന്നപ്പോൾ വെലിത്തറ തന്നെ അത്ഭുതപ്പെട്ടു. വയലിന് കണ്ണിയത്ത് വന്നല്ലോ. അപ്പോൾ വെലിത്തറനെ അന്വേഷിച്ചു. അന്ന് അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ വയലിന് കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഓടുന്ന കാലത്ത് നിങ്ങളെ വാപ്പാന്റെ കയ്യിൽ നിന്ന് ₹1 കടം വാങ്ങിയിട്ടുണ്ട്. വെയിലിത്തറയുടെ വാപ്പയും കണ്ണിയത്തും ശരീക്കന്മാരാണ്. ഞങ്ങളെ വാപ്പാന്റെ കൂടെ ഒരു പള്ളി ദർസിൽ ഓതിയുണ്ട്. അന്ന് വാപ്പാന്റെ കയ്യിൽ നിന്ന് ₹1 കടം വാങ്ങി. അത് വാപ്പാന്റെ ജീവിതകാലത്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ പൈസയും കൊണ്ട് വന്നതാണ്. എന്ത്? 1 കോടിയല്ല, എന്ത്? ₹1. ആ മനുഷ്യൻ ആ സമസ്തയുടെ പ്രസിഡന്റായി മരിച്ച്. നീ ഇത് തെറ്റിയ റൂട്ടായി എന്താ വിചാരിച്ച്? അള്ളാഹുവേ, ആ മഹാന്മാർ പോയ വഴിക്ക് അള്ളാഹു നമ്മളെ പോകാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. എന്താ വിചാരിച്ചത് കുട്ടി? എന്ത് സമസ്ത? എന്താ ഇതിന്റെ അർത്ഥം വിചാരിച്ച്? അങ്ങനെ അത് പറഞ്ഞപ്പോ കണ്ണിയത്തിന്റെ കയ്യിൽ നിന്ന് ₹1 കിട്ടല്ലേ? അത് വലിയ സന്തോഷത്തിൽ വാങ്ങി. ആര്? വെലിത്തറ മുഹമ്മദ് മുസ്ലിം വാങ്ങി. കാരണം ₹1 ബർക്കത്തല്ലേ, നിങ്ങളെ ബാപ്പാക്ക് കൊടുക്കാനുള്ള പൈസയാണ്. അതുകൊണ്ട് ഇനി അനന്തരാവകാശികൾക്കല്ലേ കൊടുക്കേണ്ടത്. നിങ്ങളെ ബാപ്പാടെ ജീവിതകാലത്ത് എനിക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബാപ്പാനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ബാപ്പാന്റെ അനന്തരാവകാശിയല്ലേ, അതുകൊണ്ട് ആ പൈസ തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ ₹1 പോക്കറ്റിനടുത്ത് കണ്ണിയത്ത് വെയിലിത്തറ കൊടുത്തു. അപ്പൊ വെയിലിത്തറ വലിയ താല്പര്യത്തിൽ ആ പൈസ വാങ്ങി പോക്കറ്റിലിടാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ച്, അങ്ങനെ പോക്കറ്റിലിടാൻ വരട്ടെ, നിങ്ങൾ എത്ര മക്കളാണെന്ന് ചോദിച്ചു. അപ്പൊ എത്ര മക്കളാന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ്, ഈ കിട്ടിയ ഉടനെ ആ പോക്കറ്റിലിടുന്ന എങ്ങനെ? ഇത് മുഴുവനും കൂടി നിന്റെ പൈസയല്ല, ഇതിലേട്ടൻ എത്ര ഉണ്ട്, മറ്റേ പെങ്ങൾക്ക് ഇത്ര ഉണ്ട്, നിനക്ക് ഇത്ര ഉണ്ടാവും, നിനക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ, മറ്റേയാൾക്ക് ഇത്രയും കൊടുക്കണം. അതൊക്കെ അനുസരിച്ച് വക്കാലത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിനക്ക് തരുന്നത്. എത്ര പൈസ? ₹1. എന്തെങ്കിലും വിചാരിച്ച്? ഈ മനുഷ്യന്മാരെ റൂട്ടാണ് ദീന്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. ആ റൂട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത. പേച്ചോടൂ, ഒരു ദുന്യാവില്ല ആഖിറല്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ സമസ്തക്കാരങ്ങളാരും ദീൻ പഠിപ്പിക്കണ്ട, നിങ്ങളെ പണി നോക്കിയാൽ മതി. ഞങ്ങൾക്ക് അള്ളാഹിന്റെ സഹായത്താൽ എന്താണ് ദീനെന്ന് ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ റൂട്ടിൽ ഞങ്ങൾ പോകും. ഒരു പേടിക്കണ്ട. സമസ്ത കേരള ജമാഅത്തുൽ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണോ ആ ലക്ഷ്യത്തിൽ കൂടി ഒരാൾ മാഷറയിൽ കുടുങ്ങൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമേ പറയാം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ പേടിക്കണേ വേണ്ട. എന്തുകൊണ്ട്? ഇത് സ്വാലിഹീങ്ങൾ റൂട്ടാണ്, ഒരിക്കലും ഉണ്ടാവില്ല. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാതെ തോന്നിയത് പറയുകയല്ല, തോന്നിയത് ചിന്തിക്കുകയല്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇസ്ലാം ഇന്ന് രാവിലെ ഉണ്ടായതല്ലല്ലോ. ഒരായത്ത് നോക്കിയിട്ട് പുതിയൊരു നിയമം പറയാൻ ഇസ്ലാം ഇന്ന് രാവിലെ ഉണ്ടായതാണോ? ഇസ്ലാമിന് ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ചരിത്രമില്ലേ? എങ്ങനെയാണ് സ്വാലിഹീങ്ങൾ ജീവിച്ചത്? അങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. നമ്മളെ ആധാരത്തിൽ പരിശോധിച്ചു നോക്ക്. നമ്മുടെ ആധാരത്തിൽ 6 ആളെ പേരുണ്ടാവും. ഒരു സുന്നി പള്ളിയുടെ ആധാരത്തിൽ 6 ആളെ പേരുണ്ടാവും. ഷാഫിഈ, ഹനഫി, ഹംബലി, മലിക്കി. ഈ 4 ഒരു കർമ്മ വഴിയും അശ്അരി മാതുരീദി എന്നതിലുള്ള 2 ഒരു വിശ്വാസ വഴിയും. ഈ റൂട്ടിലാണ് ഈ പള്ളിയും ഇവിടുത്തെ ജുമായും ജമാഅത്തും. ഈ 4ൽപ്പെട്ട ഷാഫിഈ റൂട്ടിലും വിശ്വാസ സരണിയിൽ അശ്അരി റൂട്ടിലുമാണ് എന്ന് സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ പള്ളിയിലും ഉണ്ടാവും.
എല്ലാ തരത്തിലുണ്ടാവും. ഇതിന് ഈ പറഞ്ഞ 4 റൂട്ടിലാണ്, മറ്റോ റൂട്ടിലാണ്. സൂറത്തുൽ മാഇദയിൽ 55-ാമത്തെ ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, ദീനിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോയാൽ അല്ലാഹു തആല പുതിയ ഒരു ജനതയെ കൊണ്ടുവരും. ആ ജനത അള്ളാഹിന്റെ റൂട്ട് കാണിച്ച് ജനങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന റൂട്ടിലാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു ജനത പിന്നീട് വരും എന്ന ആയത്തിറങ്ങി മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നബിയുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നോക്ക്. പ്രഗൽഭ സ്വഹാബിയായ സൂറത്തുൽ മാഇദയിൽ ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി. ദീനിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ജനത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഈ ആയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ, ഈ ആയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഫഖാല, ഉടനെ മുസ്തഫ നബി പറഞ്ഞു, ഹാദാ ഖൗമു ഹാദാ, ഇത് ഇവന്റെ പരമ്പരയിൽ വരുന്ന ആളുകളാണെന്ന് ബഹുമാനപ്പെട്ട പുണ്യ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ. ഈ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലെ 9ാമത്തെ പേരക്കുട്ടിയാണ് ഇന്ന് നമ്മുടെ പള്ളിയുടെ അടിയാധാരത്തിൽ എഴുതുന്ന മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? ഈ ആയത്തിറങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തുണ്ട് ആര്? അബൂ മൂസൽ അശ്അരി സ്വഹാബിയാണ്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഒരു കാലത്ത് ജനങ്ങൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ യഥാർത്ഥ റൂട്ട് കാണിക്കുന്ന ഒരു ജനത വരുന്നുണ്ട്. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തൊരു സ്വഹാബിയുണ്ട്. ആര്? അബൂ മൂസൽ അശ്അരി. അബുൽ ഹസൻ അല്ല, അബൂ മൂസൽ അശ്അരി. അപ്പോൾ ഈ അബൂ മൂസൽ അശ്അരിയെ ചൂണ്ടിക്കാണിച്ച് നബി പറഞ്ഞു, ഹാദാ ഖൗമു ഹാദാ, ഇത് ഇവന്റെ ജനതയാണ്, ഇവന്റെ പിന്തലമുറക്കാരാണ് എന്ന്. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. ഈ അബൂ മൂസൽ അശ്അരി സ്വഹാബിയ, അദ്ദേഹത്തിന്റെ 9ാമത്തെ പേരക്കുട്ടിയാണ് ആര്? നമ്മുടെ പള്ളിയുടെ അടിയാധാരത്തിൽ പറയുന്ന അശ്അരി ഇമാം. ആ കാലത്താണ് ഷിയാക്കള് മുഅ്തസിലിയാക്കളൊക്കെ ഖുർആൻ ഓതിയിട്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ജനങ്ങളെ തെറ്റായ മാർഗത്തിലേക്ക് നയിച്ചപ്പോൾ ഹക്കായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി രംഗത്ത് വന്ന പണ്ഡിതനായിരുന്നു ആര്? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി. അദ്ദേഹത്തിന്റെ 9ാമത്തെ വല്ലിപ്പയാണ് ആര്? അബൂ മൂസൽ അശ്അരി. ഈ ആയത്തിറങ്ങിയപ്പോൾ ഈ അബൂ മൂസയെ ചൂണ്ടി നബി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇവന്റെ ബാക്കിൽ വരുന്ന ആളുകളായിരിക്കും ഈ പറയപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെട്ട റൂട്ടുകാര്. അതാണ് നമ്മളെ അടിയാധാരം. നിങ്ങൾ വേദിക്കേണ്ട കണ്ണാടി തന്നെ പണി നോക്കട പോയിട്ട് എന്റെ പള്ളിയുടെ ആധാരത്തിൽ എന്താടാ എഴുതിയത്? വഹാബിയുടെ ആധാരത്തിൽ എന്താടാ എഴുതിയത്? ഖുർആനും സുന്നത്തോ? ഖുർആനും സുന്നത്തോടോ ചേകനൂരും അതന്നെയല്ലേ പറഞ്ഞ്? ഖുർആനും സുന്നത്തും റൂട്ടുണ്ടാ? നിങ്ങൾ എന്റെ കൂടെ അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? പറ, മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയട, സെലഫികളുടെ പള്ളിക്കുടെ ആധാരത്തിൽ എന്ത് ചുക്കട എഴുതിയത്? എന്താണ് എഴുതിയത്? ഖുർആൻ സുന്നത്ത്. ഖുർആൻ സുന്നത്ത് അവിടെ ചേകനൂരും പറഞ്ഞു അതിനല്ലേ. നിസ്കാരം 5 വഖത്തില്ല 3 വഖത്തേ ഉള്ളൂ എന്ന് പറഞ്ഞോന്റെ ആധാരവും എന്തെന്നെയാ? പാറകുട്ടി ഖുർആൻ സുന്നത്ത് തന്നെയല്ലേ. ഇവിടെ പാളയത്തിൻ്റെ ഒരു പള്ളി, അഹമ്മദിയാക്കള പള്ളി, അവർക്ക് നബി പറഞ്ഞ വന്നതിന് ശേഷം പിന്നെ വേറൊരു നബിയും കൂടെ ഉണ്ട്. ആര്? എന്താ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാല് എന്താ? ആരാ? പറ. ഇഷ്ട മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. അവരാ ആധാരത്തിൽ തന്നെയുള്ളത് ഖുർആൻ സുന്നത്തും. അതാണോ റൂട്ട്?
അതാണോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം? എന്ത് വിചാരിച്ച് ഒരാസലും ഇല്ല. ഈ വാബി മൗദൂദിയാതോ ഒരാസലും ഇല്ല. കുറച്ച് താടി നീട്ടി, താടിയടോ എന്താണോ കുറെ താടി നീട്ടിയിട്ട് എന്താടോ നിന്റെ താടി കൊണ്ട് സ്വർഗത്തിൽ രോമക്കിടക്കുണ്ടാക്കാൻ പോകുന്നുണ്ട്. താടി ഉണ്ടായിക്കോട്ടോ, ആസിന് വേണ്ട താടിക്ക് കുറെ താടി നീട്ടിയിട്ട് എന്താടോ കാര്യം? അർച്ചൻ സിംഗ് സുർജിത്ത് എന്ന് വലിയ താടിക്കാരൻ സ്വർഗത്തിൽ പോവോ? ആദ്യം വേണ്ടത് താടിയല്ല, ആദ്യം വേണ്ടത് ദീനാണ്. ദീനിൽ അധിഷ്ഠിതമായ താടി ഉണ്ടാവണം. ഇതൊരു കൂട്ടർക്ക് ഇവിടെ ദീനും ഇല്ല ഇസ്ലാമും ഇല്ല, അവർക്ക് തോന്നിയ ഒരു റൂട്ട് എന്ന് കുറച്ച് താടിയും വെച്ച് നടക്കുക തന്നെ. എന്റെ മുൻഗാമികളൊക്കെ പേച്ചോര് എല്ലാം പേച്ചോര്. അത് ഭ്രാന്തനെ ആശുപത്രി കൊണ്ടുപോവുകയാണെങ്കിൽ അവന് തോന്നും നാട്ടുകാർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ട് അന്നേ കൊണ്ടുപോകണത്. അതിന് സ്വഭാവം. മുമ്പ് നെഹ്റു ഭ്രാന്താശുപത്രി സന്ദർശിച്ച ഒരു കഥയുണ്ട്. നെഹ്റു ഭ്രാന്താശുപത്രി സന്ദർശിച്ച് ഭ്രാന്തന്മാരെ സെല്ലിലേക്ക് ചെന്ന് നെഹ്റു ചോദിച്ച്, സർക്കാർ ഭ്രാന്താശുപത്രിയിൽ നെഹ്റു മിന്നൽ പരിശോധന നടത്തിയതാണ്. അങ്ങനെ ചെന്ന് ഭ്രാന്തന്മാര് സെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ അയ്യടിച്ച അഴിയുടെ ഉള്ളിലുണ്ട്. പുറത്തു നിന്നിട്ട് നെഹ്റു പറഞ്ഞേ, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, നിങ്ങളെ മിന്നൽ പരിശോധനക്ക് വന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ സുഖമല്ലേ, ഭക്ഷണം കിട്ടുന്നില്ലേ, മരുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്, നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുടെ പരാതികൾ എന്നോട് നേരിട്ട് പറയാം, ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഭ്രാന്തന്മാർ നിന്ന് ചിരിച്ച്, ഭ്രാന്ത് സുഖമായി വരുന്ന ഒരാൾ പറഞ്ഞു അത്രേ, നിന്റെ കാര്യമൊക്കെ കുറച്ച് സമാധാനമുണ്ട്, ഞാൻ ജോൺ എഫ് കെന്നഡി ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നത്. നെഹ്റു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. 2 ആഴ്ച ഗുളിക കുടിച്ചപ്പോ എനിക്ക് സമാധാനായി. വേഗം അവിടുന്ന് പേപ്പർ വാങ്ങി ഉള്ളിൽ കയറാൻ നോക്ക്, 2 ആഴ്ച നെല്ലിക്ക കഷായം കുടിച്ചാ നിന്റെ നോക്കണം എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഭ്രാന്തന്മാര്. ഖുർആനും സുന്നത്തും അത്രേ. ഈ പറയുന്നത് അതിന് റൂട്ടില്ലേ ചങ്ങാതി? ഓരോന്നിനും റൂട്ടില്ലേ? വെള്ളിയാഴ്ച ദിവസം മാലിന് പുറത്തുള്ള യാതൊരുവിധ പൊതുവിരിവുകളും അനുവദിക്കുന്നതല്ല, അല്ലെ? പറയില്ലേ? നോക്കി ബോർഡിലേക്ക് നോക്ക്. വെള്ളിയാഴ്ച ദിവസം ഇവിടുത്തെ വരെ പിരിവ് നടത്തിയാലോ പിടിച്ചു പുറത്താക്കും. എന്തുകൊണ്ട്? അത് എഴുതി വെക്കാനുള്ള അധികാരം ഇവിടെ ഒരു കമ്മിറ്റിക്കുണ്ട്. ആ കമ്മിറ്റിയുടെ ഔദ്യോഗികമാണ്. മനസ്സിലായില്ല? അപ്പൊ ഇത്ര ഒച്ച വെച്ച് പറഞ്ഞ് അള്ളാന്റെ പള്ളിയല്ലേ. പള്ളിയൊക്കെ അള്ളാന്റെ തന്നെയാണ്, പക്ഷെ നടത്തുന്നത് കമ്മിറ്റിയാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാന്റെ പള്ളിയല്ലേ എന്നാണ് ഓരോരുത്തരും പിരിവാർത്തയിൽ പിടിച്ച് പുറത്താക്കൂലേ? ഓരോന്നില്ല ഔദ്യോഗികത. ഒരു റൂട്ടില്ലേ ജനങ്ങളെ? തോന്നിയതാണ് വിളിച്ചു പറയാ. അതുകൊണ്ട് അവരൊക്കെ പിഴച്ച പക്ഷികളാണ് ജനങ്ങളെ. അതിന്റെ പിന്നാലെ ഒരിക്കലും പോകരുത്. താനെ വെട്ടിത്തരം. ഖുർആൻ ഓതി മാന പറയുന്നു. ആർക്കടോ ഖുർആന്റെ മാന അറിയാ? നീ ഒന്ന് പറയാ ഖുർആന്റെ മാന എന്ന് പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഓഹോ, കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ലടോ. ഇതാണോ അതിന്റെ അർത്ഥം? ഈ ആയത്ത് ഞാൻ വ്യാഖ്യാനിച്ചാൽ 80 ഒട്ടകങ്ങൾ വഹിക്കാൻ കുഴങ്ങുമെന്ന് സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ ആയത്ത് ഞാൻ വ്യാഖ്യാനിച്ചാൽ 80 ഒട്ടകങ്ങൾ ആ താളിയോലകൾ വഹിക്കാൻ കുഴങ്ങും എന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അല്ലേ ഖുർആൻ? قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي. സമുദ്രങ്ങൾ മുഴുവനും മഷിയായി എഴുതിയാലും ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ അവസാനിക്കുകയില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. പരമകാരുണികനും കരുണാനിധി എന്ന് പറഞ്ഞു പറഞ്ഞോ ഇത് ഖുർആനാവോ? അത് മാത്രം അറിയുന്ന നീ എങ്ങനെ നിയമം കണ്ടുപിടിക്കും?
അതാണോ അതിന്റെ അർത്ഥം? ഈ ആയത്ത് വ്യാഖ്യാനിക്കുകയാണ് അല്ലാഹു റാസി റളിയല്ലാഹു അൻഹു. തഫ്സീറുൽ കബീറിൽ ഇതാ 1-ാമത്തെ വരി തുടങ്ങുകയാണ്. ആയത്തുൻ തളമ്മനത്ത് ജമിഅ ശറഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തുണ്ടല്ലോ, എല്ലാ ശരീഅത്ത് നിയമങ്ങളും ഇതിൽ അന്തർലീനമാണ്. എല്ലാ ശരീഅത്ത് നിയമവും ഈ ആയത്തിന്റെ ഉള്ളിലുണ്ട്. ആര് പറഞ്ഞു? ഇമാം റാസി. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു കാന ശാഫിഇയൽ മദ്ഹബി, ഷാഫി മദ്ഹബിലാണ്. ചിന്തിച്ചു നോക്ക്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് മഹാന്മാർ പോകുന്ന വഴി പോവുക, വലിയ വലിയ സ്വാധീനങ്ങൾ പോയ വഴി പോവുക. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. നമുക്ക് എന്തറിയും? ഇങ്ങനെയുള്ള മഹാന്മാർ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിയമം കണ്ടുപിടിച്ചത് എത്ര ബുദ്ധിമുട്ടിലാണ്. ഒരാൾ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അല ചോദിച്ചു. അപ്പോൾ ഫഖറഅൽ ഖുർആന 300 മറ, ആ മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖുർആനോട് ഇമാം ശാഫിഈ ഒരു മസ്അല ഒരാൾ ചോദിച്ചപ്പോൾ ആ മസ്അലക്ക് ഉത്തരം പറയാൻ വേണ്ടി 300 വട്ടം ഖത്തം തീർത്ത് ഓതി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മസ്അലക്ക് വേണ്ടി. അങ്ങനെ ലക്ഷക്കണക്കിന് മസ്അലകൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിച്ചു ഇമാം ശാഫിഈ. അതല്ലേ മുഅ്മിനീങ്ങളെ മാർഗം. അതുകൊണ്ട് ആ റൂട്ടിൽ പോവാ. അതിൽ അഹങ്കാരമില്ല. എനിക്കൊന്നും അറിയില്ല, ഞാൻ അറിയുള്ളവരെ പിന്നാലെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മഹാന്മാരാണ്, വലിയ വലിയ ആളുകളാണ്. ചെറുപ്പത്തിലെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവര്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉള്ളറകൾ മനസ്സിലാക്കിയ ആരിഫീങ്ങള്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവി നൽകി, കറാമത്ത് നൽകി. വലിയ പദവി എന്നല്ലേ ഇത്? ഒരു മസ്അല ചോദിച്ചപ്പോൾ ഖുർആനോട് എത്ര വട്ടം? അത് കറാമത്ത് തന്നെയല്ലേ? നമ്മൾ ഈ ആയുസൊക്കെ കിട്ടിയിട്ട് 300 കത്ത് ഓതിച്ചോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? എന്താ വിചാരിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യനെ കഴിവുണ്ടേ. എത്രയാണ് ആ കഴിവ്? ഒരു മസ്അല ചോദിച്ചപ്പോൾ ഖത്തം തീർത്തു. എത്ര വട്ടം? 300 ഖത്തം തീർക്കണേ. കറാമത്ത് വേണ്ടേ? അത് നമ്മളെ കൊണ്ട് നടക്കുവോ? എന്താണ് ആ കഴിവ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചതാണ്. അവർക്ക് അല്ലാഹു അത് എളുപ്പാക്കി കൊടുത്തു. ചിന്തിക്ക് മുഅ്മിനീങ്ങളെ, വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ സത്യദീൻ അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. ഉണുമുറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പൊറുത്ത് നടന്നോവർ. തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല, 1 കൊല്ലം തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. ഖൈറൻ നബി അൻത ഉമ്മുനാ അബു മിസ്ല ഹുസ്നിക ഖത്തു യാ سيدي خير النبي أنت منجينا ودن من شفاعتك صفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطأ لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي. ഈ മങ്കൂസ് മൗലൂദ് ഓതിപ്പോയ ആളുകൾ ഒരു കണ്ണിയപ്പ ഞാൻ ഈ പറഞ്ഞത്, കേരളം കണ്ട ആൺകുട്ടികളിൽ അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട ആൺകുട്ടിയാണ് സയ്യിദ് റഹ്മാൻ. അള്ളാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. ഈ മനുഷ്യൻ അവസാനമായി ഹജ്ജിന് പോയപ്പോൾ ആ ഹജ്ജ് യാത്രയിൽ പങ്കെടുത്ത ആളുകൾ ഇന്നും മരിക്കാതെ എവിടെ ഉണ്ട്? കൊയിലാണ്ടിയിലുണ്ട്. ചോദിക്കണോ നാളെ പോയിട്ട്? ഞാൻ സാക്ഷിയാണ്, ഞാൻ വരാം. എന്താ ചെയ്തത്? കേരളത്തിലെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ വന്ന് രാവിലെ മുതൽ മങ്കൂസ് മൗലൂദോടി, ശറഫല്ലാനാമിയോടി, അഷ്റഖ ബൈത്ത് ജല്ലി, അങ്ങനെ 26ാമത്തെ ഹജ്ജിനും അങ്ങനെ തന്നെ പോയത്. എല്ലാ ഹജ്ജിനും അങ്ങനെ പോറാണ്.
ചെന്ന് ഇറങ്ങി മത്താഫിൽ മീന കഴിഞ്ഞു വന്നു, ജംറകളെ എറിഞ്ഞു വന്നു. പിന്നെ ഇഫാളത്തിന്റെ തവാഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. തവാഫ് പൂർത്തിയായില്ല. അപ്പോഴത്തിന് താങ്ങിക്കൊണ്ടുപോയി. തവാഫ് പൂർത്തിയായില്ല. ഇഹ്റാമിൽ മരിച്ചു. ഇഹ്റാമിൽ മരിച്ച ആൾ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹിന്റെ കോടതിയിൽ തെൽബിയത്ത് ചൊല്ലി എണീക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇഹ്റാമിൽ മരിച്ചവർ എണീക്കൽ എങ്ങനെയാ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ടാണ് ബാഫഖ് തങ്ങൾ ഖബറിൽ നിന്ന് എണീക്കുക. ആ മനുഷ്യൻ ഇവിടെ മങ്കൂസ് ചോദിപ്പോയതാണ്. നിനക്ക് വേണമെങ്കിൽ ചോദിക്കോ, ഞാൻ ഏതായാലും ഓടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഓടാതിരിക്കെ 947 സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് ഓതും ചെയ്യാം, ഓതാതിരിക്കുകയും ചെയ്യാം. ഓതിയാൽ അത് സിറാത്തല്ലദീന, അത്ര തന്നെ. അതിൽ കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവസാനിപ്പിക്കാണ്. സമയം നീട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇത് മുഅ്മിനീങ്ങളുടെ റൂട്ടാണ്. ഇതിന് മുഅ്മിനീങ്ങളുടെ റൂട്ട് എന്ന് പറയും. ആ റൂട്ട് ലോകത്ത് കേരളത്തിൽ പഠിപ്പിക്കുന്ന ഏറ്റവും കുറ്റമറ്റ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഖാദിമീങ്ങളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എല്ലാവരും സമസ്തയുടെ കൂടെ നിൽക്കണം. സമസ്ത നേരായ പ്രസ്ഥാനമാണ്, നേരായ ഒരു വഴിയാണ്. ആ റൂട്ടിലുള്ള ഖാദിമീങ്ങളാണ് നമ്മളൊക്കെ. ഞങ്ങൾ എന്ന വാക്കിന് പോലും അർത്ഥമില്ല. നമ്മളൊക്കെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ആ മാർഗത്തിലാണ് മുഅ്മിനീങ്ങളൊക്കെ പോയത്. ആ മാർഗത്തിലാണ് നമ്മൾ മുന്നോട്ട്. അതുകൊണ്ട് ആ മാർഗത്തിൽ പോയവർ ഒരിക്കലും പരാജയപ്പെടില്ല. ബഹുമാനപ്പെട്ട ഈ കോട്ടുപള്ളി മഹല്ല്, ബഹുമാനപ്പെട്ട കണ്ണാറിയവർ, ബഹുമാനപ്പെട്ടവർ തന്നെ ഇവിടെ പ്രസിഡന്റായിട്ട് ഇവിടെ ഒരുപാട് ഹൈറായ പുരോഗതികൾ ഉണ്ടായി. ഒരുപാട് ഹൈറായ ഒരു അവസ്ഥ ഉണ്ടായി. നമുക്ക് കോഴിക്കോട് കുറച്ച് കാരണവന്മാരുണ്ടായിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട കണ്ണാടി. അദ്ദേഹത്തോട് എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഒരു കാരണം ഈ പരിപാടിക്ക് ഇന്ന് വരാൻ കാരണം അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടമാണ്. ചില മനുഷ്യന്മാരോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അവർ നിസ്വാർത്ഥരായ സേവകന്മാരായിരിക്കും. ഒരു ദുനിയാവ് ഒരു ലക്ഷ്യം ഉണ്ടാവൂല. അങ്ങനെപ്പെട്ട ഒരാളാണ് നിങ്ങളെ പ്രസിഡന്റ്. എനിക്ക് കുറഞ്ഞ മനുഷ്യന്മാരോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. അങ്ങനെ ഒരാളാണ് നിങ്ങൾ. ഞാൻ ഇരുത്തി പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയണമല്ലോ. എൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഞാൻ പറയണ്ടേ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് വന്നത്. കാരണം കോഴിക്കോട് നമുക്ക് കുറഞ്ഞ കാരണവന്മാരുണ്ട്. അതായത് പഴയ കാലത്തെ സാലിഹ്യങ്ങളോട് കൂടി, ആലിമീങ്ങളോട് കൂടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ. അല്ലാഹു തആല ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അപ്പം നിങ്ങൾ മോമിനീങ്ങളെ ഈ റൂട്ടിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം. കാലം അവസാനിക്കാൻ പോവുകയാണ്. ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഖിയാമത്ത് നാളാവുമ്പോൾ മനുഷ്യന്മാർക്ക് അധികമായ ആളുകൾക്കും റൂട്ട് തെറ്റിപ്പോകും. റൂട്ട് തെറ്റാനുള്ള കാരണം എന്താണെന്നറിയോ? ഭക്ഷണം ഹറാമായി പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതന്നെ കാരണം. ഭക്ഷണം ഹറാമായി. അതന്നെ കാരണം. ഇന്ന് ബാപ്പ ഒരു വഴിക്കാണെങ്കിൽ മക്കൾ വേറെ വഴിക്കാണ്. എന്തുകൊണ്ട്? ബാപ്പാന്റെ മുതലാലായിരിക്കും, അപ്പൊ ബാപ്പ നേരായി. പക്ഷെ ബാപ്പാന്റെ മുതൽ ചിലപ്പോൾ പോക്കായിരിക്കും, അപ്പൊ മക്കൾ നാശായി. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ അസൽ രക്തം എന്നൊരു സംഗതി ഉണ്ട്. ബാപ്പാന്റെ ബാപ്പ സാലിഹായതുകൊണ്ട് ബാപ്പ റൂട്ടിലായി. ബാപ്പാന്റെ മുതൽ കള്ളത്തരം കൂടി, അപ്പോൾ മക്കൾ നാശായി. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാലമാണ്. ഈ ലോകം അവസാനിക്കാൻ പോവാണ്. ഈ ലോകം അടുത്ത് അവസാനിക്കും, യാതൊരു സംശയവും വേണ്ട. ഈ 10-20 കൊല്ലമായി ഞാൻ കോഴിക്കോട് ക്ലാസ് തുടങ്ങിയിട്ട് 10-20 കൊല്ലമായി. 20 കൊല്ലം 2000 നമ്മളെ ഈ ഔദ്യോഗിക ക്ലാസ് തുടങ്ങുന്ന 2000 നവംബർ 5-ാം തീയതി ആണ് ശിഹാബ് തങ്ങൾ ഈ ക്ലാസ് തുടങ്ങി തന്നത്. 2000 നവംബർ 5-ാം തീയതിയാണ് നമ്മളെ ക്ലാസ് തുടങ്ങി തന്നത് ശിഹാബ് തങ്ങൾ. ഈ 10-17 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ചത് ഭൂമി എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ഞാൻ പഠിച്ചത്. ഈ ഭൂമിക്ക് ഇനി ഒരിക്കലും നിലനിൽപ്പില്ല. ഭൂമി അവസാനിച്ചേ മതിയാവും. ഞാൻ ഇന്നലെ ഒരു അത്ഭുതകരമായ വാർത്ത ഈ ആഴ്ച പത്രത്തിൽ വായിച്ചു. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു പ്രസ്താവന. ഞാൻ അത്ഭുതപ്പെട്ടു. ഇയാളെങ്ങനെ ഞാൻ പറഞ്ഞ വിവരം അറിഞ്ഞു. ഞാൻ
ഏകദേശം ഒരു 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളം മുഴുവനും ഇനി ഭൂമി 100 കൊല്ലത്തിന് അപ്പുറം നിലനിൽക്കുമെന്ന് ഉറപ്പിക്കണ്ടെന്ന് പറയുന്ന ഒരാളാണ്. ഈ ആഴ്ച, കഴിഞ്ഞ കൊല്ലം വരെ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിരുന്നത് ഭൂമി 1000 കൊല്ലമെങ്കിലും നിലനിൽക്കുമെന്നാണ്. ഈ ആഴ്ച സ്റ്റീഫൻ ഹോക്കിംഗ് അവസാനമായി പ്രസ്താവിച്ചിട്ടുള്ളത് ഭൂമി 100 കൊല്ലം നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നാണ്. റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. മനോരമ അടക്കം പ്രസിദ്ധീകരിച്ചു. ചിലപ്പോൾ നമ്മളെ ക്ലാസ് അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ആദ്യം പറഞ്ഞത്, ഞാനാണ്. അള്ളാന്റെ സഹായത്താൽ. അതെന്താ അങ്ങനെയാണ്. ഇത് സത്യമാണ്. ഞാനൊരു വൽപ്പത്തരം പറയല്ല. ഈ ഭൂമി വളരെ പെട്ടെന്ന് അവസാനിക്കും. ഈ ഭൂമിക്ക് വളരെ കുറഞ്ഞ ആയുസേനേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പെരപ്പണിയൊന്നും നിർത്തണ്ട, പീഡിയപ്പണി നിർത്തണം എന്നല്ല പറഞ്ഞില്ല. പെണ്ണിട്ടുന്നത് നിർത്തണ്ട, അതൊന്നും നിങ്ങൾ നിർത്തണ്ട. പക്ഷെ ഭൂമി മുന്നോട്ട് പോകൂല. അപ്പൊ ഈ അവസാന കാലത്ത് പെണ്ണിട്ടാത്ത ഉസ്താദ്മാര് വരെ ഉണ്ട്. അവരെയാണ് സിദ്ദീഖ് ചൂണ്ടിയത്. നിങ്ങളൊന്നും കുഴപ്പത്തിലാവണ്ട, നിങ്ങളൊക്കെ പെണ്ണ് കെട്ടിക്കോളൂ, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഭൂമി മുന്നോട്ട് പോകൂല. 2 സൽക്കാരം കഴിയുമ്പോഴത്തേന് ഇത് പൊളിഞ്ഞാടാനാവും. ഉറപ്പ് സംശയിക്കണ്ട. ഞാനിത് 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയല്ല, പക്ഷെ ഭൂമിക്ക് സാഹചര്യം കുറവാണ്, വളരെ സാഹചര്യം കുറവാണ്. ഈ ഭൂമി വളരെ പെട്ടെന്ന് അവസാനിക്കാനാണ് സാധ്യത. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പം ഈ കാലത്തിന്റെ ഒരു പ്രശ്നം എന്താ? ഈമാൻ നഷ്ടപ്പെട്ടവർ അധികരിക്കും. കോലങ്ങൾ ഉണ്ടാവും, എല്ലാവരും നല്ല കോലം ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഈമാനില്ല? മഹാന്മാരെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ, നമുക്ക് അല്ലാഹു ഒരു റൂട്ട് തന്നിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്ത കൽമത്തുലമയാണ്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ റൂട്ടാണ്. ആ റൂട്ടിനെ സമസ്ത സംരക്ഷിക്കുന്ന കാലത്തോളം നമ്മൾ സമസ്തയാണ്. അത് സമസ്ത ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ റൂട്ടിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. മക്കളെ ഈ റൂട്ട് പഠിപ്പിക്കണം, ഈ റൂട്ടിൽ തന്നെ മുന്നോട്ട്. അതിന്റെ ഒരു ദോഷമാണ് ഇപ്പൊ ഈ കാലത്ത് പറയുന്നുണ്ടല്ലോ, രാവിലെ മൂമിനായവൻ വൈകുന്നേരം കാഫിറാണ്. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ ഈ നോമ്പ് കഴിഞ്ഞിട്ട് പോലും നമ്മുടെ നാട്ടിലെ ചർച്ച എന്താ? അവിടെ പോയി, ഇവിടെ പോയി, അവിടെ ഇസ്ലാമെന്ന് ഒഴിവാക്കിപ്പോയി, മറ്റൊരു ഒഴിവാക്കിപ്പോയി. ഇതിപ്പോ നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു വാർത്തയാണല്ലോ, പണ്ടിതില്ലല്ലോ. എന്തുകൊണ്ട്? ഖിയാമത്ത് നാളാവുകയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതാണ് അതിന്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. രാവിലെ മോമിനായ ആൾ വൈകുന്നേരം പ്രായം മാറിയിട്ടുണ്ടാവും. ഇനി പലരും മാറും. ഇതൊന്നുമല്ല, ഇനിയും മാറും. ഇപ്പോൾ പെണ്ണുങ്ങളാണ് റൂട്ട് തെറ്റിപ്പോകുന്നത്. ഇനി ആണുങ്ങൾ തുടങ്ങും. ഇനി ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ കാഫിറാകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാവും. കാരണം ഇസ്ലാമോ ഈമാനേക്കാളും വലിയത് പഞ്ചായത്ത് മെമ്പർ ആവാൻ ആഗ്രഹിക്കും. അപ്പോൾ അവൻ അങ്ങനെ പോവും. MLA ആവണമെങ്കിൽ അങ്ങനെ, അപ്പോൾ അവൻ അതും അങ്ങനെയാവും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ പോവും. ദുനിയാവേ അങ്ങനെ പോവും മനുഷ്യന്മാർ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം മനുഷ്യന്മാരെ? നമ്മളൊരു റൂട്ടിൽ മുന്നോട്ട് പോകാം. നമ്മളെ കോട്ടുപള്ളി എന്ന് പറഞ്ഞ ഒരു പഴയ മഹല്ലാണ്. ഇത് അല്ലാഹു തആല ഇസ്സത്ത് നൽകിയൊരു മഹല്ലാണ്. അല്ലാഹു തആല ഈ മഹല്ലിന് നേതൃത്വം നൽകിയ പഴയകാല മുണ്ടോളി ഹൈദരാജി അടക്കം അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വീണ്ടും അവരെ ശേഷം 3ാമത്തെ പ്രസിഡന്റ് അല്ലേ, അതിൻ്റെ അടിയിലും കുറച്ച് ആളുകൾ അല്ലേ, റിട്ടയർഡ് എന്നാവണ്ട. റിട്ടയർഡ് നിങ്ങളല്ല തീരുമാനിക്കണേ. റിട്ടയർഡ് അല്ലാഹു തആല തീരുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണാടി ഇതിൽ മരിച്ചു പിരിഞ്ഞാൽ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കട്ടെ. കണ്ണാടി കോട്ടുപള്ളിയുടെ പ്രസിഡന്റ് സ്ഥാനം മരിച്ചു പിരിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കും 47 സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം. കോട്ടുപള്ളി മഹല്ലും കണ്ണാടി പ്രസിഡന്റ് സ്ഥാനവും കണ്ണാടി മരിച്ചു പിരിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ റഹ്മത്തുള്ള കാസിമി എന്ന നിലക്ക് എൻ്റെ അഭിപ്രായം. അള്ളാഹു വയ്യാതെ ആകൽ നിങ്ങൾ തീരുമാനിക്കണ്ട. നിങ്ങൾ വയ്യാ നിങ്ങളല്ല പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത തൗഫീഖ് മറക്കണ്ട. അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നേരായ വഴിക്ക് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് തരും. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉണ്ടാവട്ടെ. ഓരോന്നും അവനവന്റെ സമയത്ത് അവനവനൊക്കെ ആകട്ടെ. ഓരോന്നും
ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളാണ് ഇപ്പോൾ സമസ്തന്റെ പ്രസിഡന്റ്. എനിക്കാവട്ടെ എന്ന് ഞാൻ വിചാരിക്കണമെങ്കിൽ എനിക്കതിന്റെ സമയമാവണം, അല്ലാതെ നടക്കൂലല്ലോ കാര്യമല്ലോ. ഞാൻ ജിഫിരി തങ്ങളുള്ള കാലത്ത് തന്നെ മൂപ്പര കസേര മറിച്ചിട്ട് ഞാൻ അടക്കരി കുത്തിരിക്കുന്ന അത് നടക്കുന്ന കാര്യമാണ് അല്ല. അപ്പോൾ അവനവൻ്റെ റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ അങ്ങനെ ആവട്ടെ. കോട്ടപ്പള്ളിയിലെ പഴയ കാലം നമ്മളൊക്കെ പരിചയപ്പെടുന്ന കാലം മുതലേ അതിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് കണ്ണാടിയാണ്. അദ്ദേഹം കറകള നമ്മളെ സുന്നത്യമായതിന് സമസ്തയുടെയും കൂടെ നിന്ന ഒരാളാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് വേണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല ഈ ഇസ്സത്തും തൗഫീഖും നമുക്ക് നിലനിർത്തി തരട്ടെ. ഇവിടെ സമസ്ത നിശ്ചയിച്ച റൂട്ടിൽ മുന്നോട്ട് പോകണം. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. തെറ്റിയാൽ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. കടക്കാട് സമുദായത്തിൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും റഹ്മത്ത് നിലനിർത്തി കൊടുക്കണമേ. പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ലൊരു മനസ്സിട്ട് കൊടുക്കണമേ തമ്പുരാൻ. കുട്ടികളെ നന്നാക്കി തരണമേ റബ്ബേ, സാലിഹാക്കി തരണമേ തമ്പുരാനെ. വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളുണ്ട്. ആ മക്കൾക്ക് പരീക്ഷ വരുന്നുണ്ട്. പുതിയ മക്കൾ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നു. പഴയ മക്കൾ വലിയ വിദ്യാലയങ്ങളിലുള്ള ഒരു വാർഷിക പരീക്ഷ ഒരുങ്ങുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർ, മെഡിക്കൽ സയൻസിന് പഠിക്കുന്നവർ, അവരൊക്കെ പരീക്ഷയുടെ മുന്നിലാണ്. അവരൊക്കെ നീ വലിയ റാഹത്തുള്ള പഠനം പഠിച്ച് സമുദായത്തിനെ നല്ല നിലക്ക് ഉഷാറായി ഏറ്റെടുക്കുന്ന എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വക്കീലന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കരുത്തുള്ളവർ, പ്രഭാഷകർ, എഴുത്തുകാർ നിറഞ്ഞ ഒരു ഞങ്ങളെ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഒരു സ്ഥലത്തും ഞങ്ങളൊരു പ്രതിനിധി പരാജയപ്പെടരുതേ പടച്ചോനെ. ഇവിടെ വർഗീയത വളരരുതേ അല്ലാഹ്. വർഗീയത വളർത്തുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. മനുഷ്യർക്കിടയിൽ ശത്രുത പ്രചരിപ്പിക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. സ്നേഹം, ഐക്യം, സഹിഷ്ണുത, മമത, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ മനുഷ്യർക്കുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവരെ ജയിപ്പിക്കണം റബ്ബേ. അനൈക്യം പ്രചരിപ്പിക്കുന്നവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ റഹ്മത്തിന്റെ വാതിൽ തുറന്നു തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ സക്രാത്തിന്റെ ഹാലിൽ കടക്കുന്നവർക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സോ അല്ലെങ്കിൽ ഈമാനോന്റെ മരണമോ നൽകി രക്ഷപ്പെടുത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ ബാധിച്ച ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു. കുട്ടികളുടെ ഒരു ഉമ്മ, നീ ശിഫ കൊടുക്കണം ഷാഫിയെ, നീ ശിഫ കൊടുക്കണം ഷാഫിയെ. എല്ലാ കാര്യവും ഡെങ്കിപ്പനി എന്ന പനി തന്നെ നാട്ടിൽ നിന്ന് എടുത്തു കളയണമേ തമ്പുരാനെ. ക്യാൻസർ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കണമേ റബ്ബേ. അല്ലാഹുവേ, പ്രവർത്തനരഹിതമായ കിഡ്നികളെ നീ പ്രവർത്തനക്ഷമമാക്കണമേ അല്ലാ. കരിഞ്ഞ ഈത്തപ്പനയിൽ ഒന്ന് തൊട്ടാൽ മതി മറിയമേ, അത് ഞാൻ പച്ചയാക്കി സമൃദ്ധമായ ഈത്തപ്പഴം നൽകാമെന്ന് നീ പറഞ്ഞില്ലേ റബ്ബേ. കരിഞ്ഞ ഈത്തപ്പനം നീ പച്ചയാക്കിയില്ലേ റബ്ബേ. കരിഞ്ഞ കിഡ്നിയും നീ പച്ചയാക്കി കൊടുക്കണമേ തമ്പുരാനെ. ആ രോഗത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഡയാലിസിസ് കൊണ്ട് കുഴങ്ങിയവരുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണമേ ഷാഫിയെ. അത്ഭുതകരമായ ശിഫ എല്ലാവർക്കും ഉണ്ടാകണമേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീക്കി തരണമേ അല്ലാ. അല്ലാഹുവേ, രക്ഷിതാവേ, വായുവിലും വെള്ളത്തിലും സഞ്ചരിക്കുന്നവരെ നീ കാക്കണമേ റബ്ബേ. വായുവിലും വെള്ളത്തിലും കരയിലും നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. ഹജ്ജിന് പോകുന്നവർക്ക് നല്ല റാഹത്തായി പോയി തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമേ റബ്ബേ. എല്ലാ യാത്രക്കാരെയും നീ കാക്കണമേ അല്ലാ. വരും വർഷങ്ങളിൽ നീ പൊരുത്തപ്പെട്ട ഒരു ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്കും അവസരം തരണമേ പടച്ചോനെ. അല്ലാഹുവേ, നിന്റെ കഅബാലയത്തെ ഇനിയും ഞങ്ങളെ കണ്ണിൽ കാണിക്കണമേ റബ്ബേ. മുത്തറ റസൂലുള്ളാഹിയുടെ റൗളത്തു ശരീഫയുടെ അടുക്കിൽ പോയി നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് കണ്ണുകുളിർക്ക് കണ്ടു പറയാൻ ഞങ്ങൾക്ക് ഇനിയും അവസരം തരണമേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണമേ അല്ലാഹ്. അള്ളാഹിന്റെ ഹബീബ് ഞങ്ങളെ സലാം തിരിച്ചു മടക്കുന്ന വിധത്തിൽ ഒരു സലാം പറയാൻ ഞങ്ങളെ സഹായിക്കുകയും മുത്തനബിയെ സ്വപ്നത്തിൽ കാണാനും നീ ഞങ്ങളെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കണമേ പടച്ചോനെ. ഞങ്ങൾ ഉസ്താദുമാര് മശായിഖന്മാരുടെയൊക്കെ ദറജ ഏറ്റി കൊടുക്കണമേ റബ്ബേ. കോട്ടുപള്ളി കിടക്കുന്നവരുടെ ദറജ ഏറ്റി കൊടുക്കണമേ റബ്ബേ. എല്ലാവരും എന്നും സന്തോഷിച്ച് ജീവിച്ച് മുമിനായി ഈമാനോടുകൂടെ മരിച്ച് നിന്റെ ലിഖാഇന് നീ ഞങ്ങളെ അർഹരാക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്വാലിഹീൻ. ദരിദ്രന്മാരുടെ ദരിദ്രം തീർക്കണമേ റബ്ബേ. തൊഴിലാളികൾക്ക് തൊഴിലിൽ സുരക്ഷിതത്വം നൽകണമേ റബ്ബേ. വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ പണിയെടുക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, അവർക്കൊന്നും പ്രയാസമില്ലാതെ എല്ലാവർക്കും അന്നം മുടങ്ങാതെ നടന്നു പോകണമേ പഠിച്ചോനെ. അല്ലാഹുവേ, ശത്രുവിന്റെ മുന്നിലുള്ളവരെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. വർഗീയത വളരാതെ, കലാപമുണ്ടാകാതെ നാട്ടിലെ ജനങ്ങൾ സ്നേഹവും സഹോദര
ഇന്നലെ വരെ ജീവിച്ച ഇന്ത്യ നാളെ നിലനിൽക്കണമേ തമ്പുരാനെ. വർഗീയത വളർത്തുന്നവരെ അവരെ എത്ര വലിയ ശക്തന്മാരാണെങ്കിലും അവരെ നീ പരാജയപ്പെടുത്തിയിട്ട് ഇന്നലെ വരെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ജീവിച്ചതുപോലെ നാളെയും ജീവിക്കണമേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം.